Praise Lord. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹമാണ്. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी प्रियजनों को प्रेम का वंदना. കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ഈ മരുഭൂമി യാത്രയിൽ ദാനം ചെയ്തിരിക്കുക. प्रभु का अनुग्रह से हमें इस जंगल के सफर में प्रभु ने और एक दिन हमको दान स्वरूप दिया है. വീണ്ടും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ദൈവാലോചന പ്രാപിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുക. एक और बार फिर से हमें प्रभु का बातें सुनने के लिए, प्रभु की ओर से जो हमसे प्रभु बात करना चाहता है वो बात सुनने के लिए प्रभु ने हमको मौका दिया. इसके लिए धन्यवाद. ഇത് വളരെ ഉന്നതമായ ഒരു പദവിയാണ്. ये बहुत ही ऊंचा पदवी है. ദൈവവചനം എപ്പോഴെല്ലാം നമുക്ക് കേൾക്കുവാൻ ഇടയാകുന്നുണ്ടോ അതൊക്കെ വളരെ ഉന്നതമായ ഒരു പദവിയാണ്. आमीन. प्रभु का वचन को जब भी हमें सुनने मिलता है वो हमेशा बहुत श्रेष्ठ पदवी है वो. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും കർത്താവ് അവസരം ഒരുക്കിയിരിക്കുന്നു. इसलिए आज हमें प्रभु ने फिर से एक मौका तैयार किया है. ഇന്ന് രാവിലെ നിങ്ങൾ യാഗം കഴിച്ചോ? क्या सवेरे आपने ये बलिदान अर्पण किया क्या? നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരു യാഗമൊക്കെ കഴിക്കണം. क्योंकि हमें सवेरे उठते ही एक बलिदान अर्पण करना जरूरी है. പഴയ നിയമത്തിലെ യാഗം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വില കൊടുക്കേണ്ട കാര്യമായി. हाँ, पुराने नियम में जब बलिदान अर्पण करते समय में उसको बहुत दाम देना पड़ता था. ഒരു ആടിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടനെ കൊണ്ടോ ഇനി ഒന്നുമില്ലെങ്കിലും ഒരു പ്രാവും കുഞ്ഞിനെ കൊണ്ടെങ്കിലും പോകണം, അതിനും വില കൊടുക്കണം. तो या तो मेमना देना पड़ता था, या तो बकरे का बच्चे को, या तो कोई बछड़े को, या अगर कुछ भी नहीं है बोलते कबूतर को उठा के कम से कम देना पड़ता था. അപ്പോൾ എന്നാൽ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് മുതൽ മുടക്കണ്ട. लेकिन यहाँ पर नए नियम में उस तरह शारीरिक रीति से कोई खर्चा करने का जरूरत नहीं है. നമുക്ക് എത്ര നല്ല ഒരു വ്യവസ്ഥയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. हमारे लिए प्रभु ने कितना अच्छा व्यवस्था प्रभु ने तैयार करके रखा है. എന്നിട്ടും നമ്മൾ യാഗം അർപ്പിക്കുന്നുണ്ടോ? फिर भी हम बलिदान अर्पण कर रहे हैं क्या? നമുക്ക് നമ്മൾ അർപ്പിക്കേണ്ട യാഗങ്ങളെ കുറിച്ച് പോലും നല്ല ബോധമില്ല. हमें जिस जो बलिदान हमें चढ़ाना चाहिए उसके विषय में भी हमें सही रीति से जानकारी नहीं है. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ നിശ്ചയമായിട്ട് ഒരു അത്യാവശ്യം ഒരു യാഗം അർപ്പിക്കണം. इसके लिए सवेरे उठते ही हमें जरूरत है कि हमें एक बलिदान अर्पण करें. ഒരു യാഗമല്ല, നമുക്ക് പല യാഗങ്ങൾ അർപ്പിക്കാൻ. एक ही बलिदान ऐसा है करके नहीं, बहुत सारे बलिदान है उसमें. നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കുന്ന ഒരു യാഗമാണ്. क्योंकि हम अपने आप को समर्पण करना ही एक बलिदान है. എന്നാൽ സ്തോത്രയാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-16 വാക്യത്തിൽ രണ്ട് യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സ്തോത്രയാഗം, ഒന്ന് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും കഴിയുക എന്നുള്ള യാഗം. അങ്ങനെ രണ്ട് യാഗം അടുപ്പിച്ച് പറഞ്ഞിരിക്കുക. इब्रानियों का पुस्तक उसका 13 अध्याय में उसका 15-16 में जब हम पढ़ते हैं समय में इब्रानियों 13 का 15-16 दो प्रकार का बलिदान को हम देखते हैं. एक है धन्यवाद का स्तुति रूपित बलिदान जो हमें फोटो से करना है, वो धन्यवाद का बलिदान. और दूसरा हम पढ़ते हैं कि उसका 16 वाक्य में भला कर्म करके संगतियों में सदा बने रहने का इस तरह का ये बलिदान. इस तरह का दो प्रकार का बलिदान को हम देखते हैं. ഞാനത് വിശദീകരിക്കേണ്ട എങ്കിലും ഞാനതൊന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. हाँ, मैं उसका ज्यादा वर्णन नहीं करना चाहता, लेकिन मैं पढ़कर सुनाना चाहता हूँ वाक्य को. इब्रानियों 13 का 15-16. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇതിന്റെ അടുത്ത വാക്യം പറയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. इसलिए हम उसके द्वारा स्तुति रूपी बलिदान अर्थात उन होठों का फल जो उसके नाम का अंगीकार करते हैं परमेश्वर को सर्वदा चढ़ाया करे. भलाई करना और उदारता दिखाना न भूलो, क्योंकि परमेश्वर ऐसे बलिदानों से प्रसन्न होता है. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ. इसके लिए हमारा जीवन का ये शुरुआत, आज का दिन का शुरुआत हमेशा धन्यवाद का स्तुति रूपित अर्पण से हमें शुरुआत करना है. ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. मैं एक बात याद दिलाना चाहता हूँ. ഇന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേ തന്നെ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. आज सवेरे उठते ही प्रभु के साथ प्रभु ने जो मुझसे बात किया वो विषय है ये. നമ്മളിന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് ശക്തി തന്നാരാ? आज हमें सवेरे उठने के लिए बल किसने दिया? നമ്മൾ എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നില്ലേ? हम लोग उठकर बिस्तर में बैठ गए ना. ആ എഴുന്നേൽക്കാനുള്ള ശക്തി ആരാ തന്നെ? वो उठने का बल किसने दिया? ദൈവം തന്നതാ. ये परमेश्वर ने दिया है. നിങ്ങൾ എഴുന്നേറ്റില്ലേ? आप लोग उठ गए ना. എഴുന്നേറ്റ ശേഷം നിങ്ങൾ ഓരോ ജോലികൾ പലതും ചെയ്തല്ലോ. आप लोग उठते ही सवेरे का सुबह का काम आप लोगों ने बहुत कुछ किया होगा. ശക്തി ബലം എവിടെ നിന്ന് കിട്ടിയേ? ये सब बातों का बल कहाँ से मिला? അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണോ? ये हमारे अंदर का खुद का अंदर की बात है क्या? ये ദൈവം തന്നതാ. परमेश्वर ने दिया है. കാരണം എനിക്ക് പെട്ടെന്ന് ഞാനൊരിക്കലും ഒരു തളർവാദമായി കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടത് ഓർക്കുകയാണ്. मुझे याद है एक आदमी जो यानी बीमार अवस्था में, यानी एकदम कमजोर पैरालाइज हुआ. क्या बोलते हैं पैरालाइज?
लकवा ലക്വ लकवा का बीमारी था। എന്ന് പറഞ്ഞാല് പിന്നെ അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു നല്ല കുസ്തിക്കാരനായിരുന്നു. हाँ, और वो मेरे साथ अच्छा कुश्ती करने वाला एक काम, मेरे साथ काम करने वाला व्यक्ति था जो अच्छा कुश्ती भी करता था। അപ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ പുള്ളിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. एक दिन पता नहीं अचानक उनको उठने नहीं हुआ അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് കരയാണ്. और वो रोने लग गए। എനിക്ക് എങ്ങനെയും ഒന്ന് എഴുന്നേറ്റാൽ മതി, मुझे कैसे भी उठना चाहिए था मैं, എനിക്ക് ഒന്ന് ടോയ്ലറ്റ് വരെ ഒന്ന് പോയി എനിക്ക് സ്വയം ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ मതി, क्योंकि मैं कैसे भी उठकर सुबह सुबह जाके वॉशरूम जाना, टॉयलेट जाना, वो एटलीस्ट उतना तो करने के लिए बल चाहिए। ഞാൻ കരയുകയാണ്. और वो रोने लग गए। എനിക്ക് പെട്ടെന്ന് ഇന്ന് രാവിലെ അത് ഓർമ്മ വന്നു. और तो मुझे अचानक वो सुबह मुझे याद आया, താൻ വളരെ ആരോഗ്യവാനായിരുന്നു, वो बहुत ही सेहतमंद व्यक्ति था, ഒരു കുഴപ്പമില്ലാതെ കിടന്നതാണ്. कोई भी तकलीफ के बगैर वो अच्छे से सोया था, എന്നാൽ രാവിലെ പുള്ളിക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. लेकिन सवेरे उठने नहीं हुआ। ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മരിച്ചു. और 3-4 दिन के बाद वो मर गए। ഞാൻ പറയുന്നതിന്റെ സാരപ്രിയമുള്ളവരെ, നമുക്ക് എഴുന്നേൽക്കാൻ പോലും ശക്തി തരുന്നത് ദൈവമല്ലേ? तो इसलिए है प्रियो, मैं कहने का विषय ये है कि हमें बिस्तर से उठाने का भी बल देने वाला है वो परमेश्वर है ना। അപ്പോൾ ദൈവം നമുക്കൊരു ഉപകാരം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? तो अगर परमेश्वर ने अगर हमारे लिए एक उपकार किया है तो हमें क्या करना चाहिए? നന്ദി പറയണം. हम धन्यवाद देना है। നമ്മൾ നന്ദി പറഞ്ഞോ? हम धन्यवाद दिया क्या? ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് തന്നില്ലേ? आज का और एक दिन प्रभु ने हमको दिया ना। വീണ്ടും നമുക്ക് അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനും നമുക്ക് പ്രാപിക്കും. ഇന്ന് രാവിലെ ചിലപ്പോൾ നിങ്ങൾ പിന്നെ ചായ കുടിച്ച് കാണും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണും. हाँ, तो आज सुबह उठकर कितना कितना काम हमें करने के लिए ये अवस्था हुआ है। तो आज सुबह उठा रहेगा, आप लोग चाय पिया होगा, बहुत से काम आप लोग ने किया होगा, എന്നിട്ട് നിങ്ങൾ നന്ദി പറഞ്ഞോ? लेकिन आपने धन्यवाद दिया क्या? ഓരോ കാര്യത്തിലും കർത്താവിന്റെ വചനം പറയുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്നാണ്. वचन कहता है कि परमेश्वर ने किया हुआ उपकारों को, कोई भी बातों को ना भूले। എന്നാൽ നമ്മൾ എത്ര കാര്യം മറക്കുന്നു? लेकिन हम लोग कितने बातें भूल जाते हैं, നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ മറക്കുന്നുണ്ട്. हम लोग कितने कितने बातें भूल जाते हैं। നമ്മൾ മറക്കരുത്, हम भूले ना, നമ്മൾ കർത്താവിനെ മറക്കരുത്. हम लोग परमेश्वर को भूले ना। നമ്മളോടുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. നമ്മൾക്കറിയാം കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. कोलोसियों का पुस्तक 3:15 जब पढ़ते समय में उसका आखिरी भाग में लिखा है कि हमारे विषय में अब हम धन्यवाद दे करके हम कहते पढ़ेंगे 3:15। അപ്പോൾ നമ്മൾക്ക് ദൈവത്തോട് നമുക്ക് അതിന്റെ 3-ന്റെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് വായിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. 3:15 का आखिरी भाग में, और तुम धन्यवादी बने रहो। हाँ, धन्यवादी बने रहो। അപ്പോൾ ശ്രദ്ധിക്കുക, तो ध्यान देना, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. हम लोग धन्यवादी और हमेशा धन्यवादी रूप का मन होना जरूरी है। ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് ഇന്ന് നന്ദി പറയാൻ കഴിയുന്നുണ്ടോ? इसलिए आज परमेश्वर को आज धन्यवाद देने हो पाया क्या? നമ്മൾ യഥാർത്ഥത്തിൽ നന്ദി പറയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. वास्तव में अगर सही रीति से अगर हम धन्यवाद दे नहीं पा रहे तो मतलब हम लोग परमेश्वर को महिमा नहीं कर रहे। നമ്മൾ അതിന്റെ തന്നെ കൊളോസ്യർ 3-ന്റെ 17-ാം വാക്യം വായിച്ചാൽ वही कोलोसे 3:17 में भी हम पढ़ते हैं, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. पढ़ेंगे कोलोसे 3:17। वचन में या काम में जो कुछ भी करो सब प्रभु यीशु के नाम से करो और उसके द्वारा परमेश्वर पिता का धन्यवाद करो। और उसके द्वारा परमेश्वर पिता को धन्यवाद करो। എന്ന് പറഞ്ഞാല് അവിടെ വാസ്തവത്തിൽ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കൽപ്പന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. वास्तव में अगर उस वचन को अगर हम मनन करेंगे तो वो एक आज्ञा के रूप में हमको बोला है। നാം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ടൊരു കൽപ്പനയാണ്. हम परमेश्वर पिता परमेश्वर को धन्यवाद देते रहे करके ये एक आज्ञा के रूप में कहा है। അപ്പോൾ നമ്മൾ ഈ ഓരോ വചനവും അതിന്റെ ഏത് ഗൗരവത്തിൽ പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഓരോ വിശുദ്ധന്മാരും കടപ്പെട്ടവരാണ്. इसके लिए हर एक वचन का मूल्यता को समझ कर वो किस अर्थ पे लिखा गया है वो बात को समझना, ग्रहण करना, ये हर एक विश्वासी जिम्मेदार है। ഞാൻ ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ കുറിച്ചുള്ള ദൈവികത അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരാണോ? तो इसके लिए अगर परमेश्वर की इच्छा क्या है ये बात जानने के बाद उसे किया नहीं तो क्या हम लोग प्रभु को धन्यवाद दे रहे हैं क्या? നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. हम अपने आप को जरा जांचे। കാരണം നമുക്കറിയാം ഈ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ 2 തിമോത്തി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെ നമുക്കറിയാം. നമ്മൾ ഇതിനു മുൻപ് ചിന്തിച്ചതാണ്. 19 കൂട്ടം കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ തന്നെ വന്നു ഭവിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. अब दूसरा तिमोथी 3 अध्याय 1 से 5 हम पढ़ते समय में अंतिम दिनों का लक्षण क्या है बोलकर हमने पहला इस विषय में लिया है। वहाँ पर 19 बातें वहाँ पर लिखा गया जो विश्वासी के जीवन में आ सकता है। അപ്പോൾ അതിൽ 3-ന്റെ 2-ൽ പറഞ്ഞിട്ടുണ്ട് അവർ നന്ദിഹീനരായി
നിന്ദിതരായിരിക്കും, നന്ദിയില്ലാത്തവരായിരിക്കും. हाँ, और उसका 3 का 2 जब हम पढ़ते समय में वो लोग धन्यवाद वो लोग नहीं देंगे, उस रीति का स्वभाव उनमें आएगा. ധന്യവാദ് എന്ന് പറയാൻ സ്തുതിക്കാത്ത ഒരു കൂട്ടമായിരിക്കും. हाँ, मतलब ऐसा झुंड जिसको धन्यवाद नहीं देंगे. അപ്പോൾ നമ്മളൊരു യഥാർത്ഥ ഒരു ഭക്തനായി ജീവിക്കുന്നെങ്കിൽ നമുക്ക് എല്ലാവരിലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. इसके लिए अगर सच्ची में अगर प्रभु के हम भक्त है तो हम सब बातों में धन्यवाद देना जरूरी है. നമുക്ക് ദൈവഗീതത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ हमें धन्यवाद के विषय में अगर हम पढ़े तो 1 തെസ്സലോനി 5 का जब 18 पढ़ते समय में എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനി 5 का 18 पढ़ेंगे. हर बात में धन्यवाद करो. हाँ, आगे क्योंकि तुम्हारे लिए मसीह यीशु में परमेश्वर की यही इच्छा है. हाँ, ये इच्छा क्या है कि हर बात में धन्यवाद देते रहो. അപ്പോൾ ഇതിൽ നമുക്ക് കുറവുണ്ടോ എന്നൊന്ന് ചോദന ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. यस, ये विषय में हमें अगर कोई भी कमी है तो ये बात जांचने के लिए ये बात में कहा है. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾക്ക് ഈ നന്ദി പറയുന്ന ഒരു ഗുണമില്ല. क्योंकि बहुत से बातों में धन्यवाद देने का ये स्वभाव हमें नहीं है. ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തരുന്നിരിക്കട്ടെ. अगर एक व्यक्ति ने आकर हमें 1 गिलास पानी दिया, ഞാനിവിടെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, मैं हमेशा एक बात देखता हूँ, പലരും ഒരു നന്ദി പറയാറില്ല. तो उसके वो पानी के लिए भी कोई धन्यवाद नहीं देता, പറയണം. लेकिन हमें उसके लिए भी बोलना है. ഞാൻ ഇതിനു മുൻപ് ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. मैं इसके पहले मेरा एक अनुभव मैंने बताया है. എന്റെ കൂടെ ഒരു പാപ്പച്ചായ എന്ന് പറഞ്ഞ പ്രായമുള്ള വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും നല്ലൊരു ദേവദാസ് ഉണ്ടായിരുന്നു. मेरे साथ पापाचान नाम का एक प्रभु का दास है. उनके पास ज्यादा विद्या या ज्यादा पढ़ा लिखा का अवस्था नहीं था, लेकिन एक अच्छा नम्र भाई था, सपोर्टिव भाई था. ഇപ്പോൾ താൻ കർത്താവിനെ വിശ്രമിക്കുക. और अभी वो प्रभु के उपस्थिति में विश्राम कर रहा है. ചില മക്കളൊക്കെ കർത്താവിന്റെ വേലക്കാരാ. और उनके बच्चे भी वही प्रभु के सेवक हैं. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ദൈവം അദ്ദേഹത്തിന് അമേരിക്കയിൽ പോകാൻ അവസരം കൊടുത്തു. तो एक बार परमेश्वर ने उनको अमेरिका जाने के लिए मौका दिया. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ तो उधर जाकर आने के बाद അവിടെയുള്ള വിശ്വാസികളുടെ ഒരു നല്ല ഗുണം തന്റെ ജീവിതത്തിലേക്കും വന്നു. उधर के विश्वासियों का एक अच्छा गुण ये भाई पर भी आया. എനിക്ക് അവിടുത്തെ അവിശ്വാസികളും അങ്ങനെ ചെയ്യും തോന്നുന്നു. मेरे ख्याल से शायद उधर के अविश्वासी लोग में भी ये गुण है, കാരണം അവരുടെ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് തോന്നുന്നു. क्योंकि ये उनका कोई रीति है, एक स्वभाव के जैसा है. ഏതായാലും ഞാൻ ഈ അച്ചായലിൽ ഒരു നല്ല ഗുണം അവിടെ പോയിട്ട് വന്നപ്പോൾ കണ്ടു. लेकिन मैंने एक बात देखा कि मैंने ये भाई बहन जब वो वापस विदेश जाकर आया तो एक अच्छा गुण मैंने देखा. എന്നറിയോ? वो क्या है? ചെറിയ കാര്യത്തിൽ പോലും പുള്ളിക്കാരൻ ഉടനെ പറയും താങ്ക് യു. ആ മോഡലാ താങ്ക് യു, ധന്യവാദം എന്നുള്ളത് അത് അവിടെ ഇംഗ്ലീഷ് ശബ്ദത്തിലാണേ ഉള്ളൂ. താങ്ക് യു, എല്ലാത്തിനും താങ്ക് യു. हाँ, तो उधर कुछ भी बात उनके साथ भला होता है या कुछ भी फाल उसको मिलते हैं तो तुरंत वो थैंक यू इस ट्यून में थैंक यू ऐसा करके, वो हिंदी में नहीं बोल रहे लेकिन अंग्रेजी में, वो मलयाली है लेकिन अंग्रेजी में थैंक यू ऐसा करके कहता है. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. तब मुझे एक बात समझ में आया. ഒരു 4-5 മാസത്തേക്ക് അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്തൊരു മാറ്റം ഉണ്ടായി. एक 4-5 महीना विदेश क्या चला गया, इतना बदल गया. അതാണ് ഇതൊരു നല്ല കാര്യമല്ലേ? ये अच्छी बात है ना. നമ്മളെല്ലാത്തിനും നന്ദി പറയണം. इसलिए हमें सब बातों में हमें धन्यवाद देना चाहिए. നമ്മളോട് ചെയ്യുന്നവർക്കും ചെയ്യണം നന്ദി പറയണം, ഒപ്പം തന്നെ നമ്മുടെ ദൈവത്തിന് നന്ദി പറയണം. तो हम जो लोग हमसे भला करता है, हमारे लिए भला करता है, उनको तो धन्यवाद देना ही है, लेकिन उसी के साथ साथ हमारे परमेश्वर को भी हमें धन्यवाद देना है. കാരണം നമുക്ക് വേണ്ടി ഇങ്ങനെയൊരു നല്ല കാര്യം ചെയ്യാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് ഇത് നമ്മളോട് ചെയ്യാൻ കൃപ തോന്നിയതിന് നമ്മൾ നന്ദി പറയണം. क्योंकि परमेश्वर ने एक व्यक्ति को शायद इस्तेमाल किया है मेरे जीवन में कुछ भलाई करने के लिए, इसलिए वो भाई को हमें धन्यवाद देना है. और परमेश्वर को ये भाया कि मेरे अंदर इस तरह का भला कार्य करने के लिए उन्हें इच्छा रखा, इसलिए परमेश्वर को भी धन्यवाद देना है. ഞാൻ ഒരുപാട് കാര്യം നിങ്ങളോട് ഈ രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. मैं इस तरह की बहुत से बातें मैंने आप लोगों को बताया है. കാരണം ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തിക്ക് ഈ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തിൽ വിശ്വസിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായിരുന്നു. एक निरीश्वरवादी जो एथिस्ट है, जो परमेश्वर है ही नहीं, परमेश्वर नहीं है करके विश्वास करने वाला व्यक्ति, इस तरह का भला भला बातें करना, अच्छा कर्म करना, ये सब बातें लोगों को पसंद नहीं है. അദ്ദേഹത്തിന് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ദൈവം ഇതൊക്കെ തരുന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും അദ്ദേഹത്തിന് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ അതിനകത്ത് കഴിഞ്ഞിരുന്നില്ല. तो उनको परमेश्वर है करके सब बातें परमेश्वर हमारे लिए करता है, परमेश्वर हमें सहायता करता है, सब बातें परमेश्वर जो भी करता है अच्छा के लिए करता है, ये सब बातें बोलेगा तो उनको गुस्सा आता है और विश्वास करने के लिए नहीं हो पाता. അപ്പോൾ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിന്റെ അടുക്കൽ തന്നെ ഒരു പാവപ്പെട്ട ഒരു വിധവയായ സ്ത്രീ താമസിക്കുന്നുണ്ട്. तो उन्हीं के मतलब एक उसी निरीश्वरवादी के घर के बाजू में एक छोटा सा एक विधवा रहती थी, छोटे घर में. ഒരു വിശ്വാസിയായ വിധവ. हाँ, एक विश्वासी विधवा
विधवा रहती थी उनके बाजू में, അവരെപ്പോഴും കർത്താവിനെ ശ്രമിക്കും. और ये विधवा हमेशा प्रभु को धन्यवाद देते रहती ഇത് थी, ഇദ്ദേഹത്തിന് ഭയങ്കര അസൂയ. और ये निरीश्वरवादी को ये देखकर उसको बहुत जलन होता था. അപ്പം ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അവർ പറയും, മോനെ നീ കർത്താവിൽ വിശ്വസിക്കണം, കർത്താവാണ് നമുക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്, കർത്താവാണ് എല്ലാം തരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം. तो ये विधवा जब भी ये व्यक्ति से मिलते समय में, देखो बेटा हमें सब बात के लिए प्रभु को धन्यवाद देना चाहिए, क्योंकि प्रभु ही है हमको ये सब देता है, ये सब बात का जब उनको उपदेश देते हैं समय में ये व्यक्ति को बहुत गुस्सा आता था. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം വിചാരിച്ചു ഈ തള്ളയെ ഒരു പാഠം പഠിപ്പിക്കണം. तो एक दिन उसने वो निरीश्वरवादी ने सोचा ये बुड्ढी को एक सबक सिखाना पड़ेगा. ഒരു ദിവസം ഇദ്ദേഹം നല്ലൊരു ടിഫിൻ ഉണ്ടാക്കി ഇവരുടെ ഈ ചെറിയ കുടിൽ ആ കുടിലിന്റെ വാതിൽ കൊണ്ട് വെച്ചു. एक दिन क्या किया, उन्होंने एक अच्छा टिफिन में खाना बनकर उनका घर के बाद, उनका घर झोपड़े के समान है, वो झोपड़े के बाजू में जाके दरवाजे के सामने रख दिया. അപ്പോൾ ഈ പാവപ്പെട്ട വിധവ രാവിലെ എഴുന്നേറ്റ് ഈ ചെറിയ വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു ടിഫിൻ ഇരിക്കുന്നു. ഓ, ഇവർ ഈ ടിഫിൻ എടുത്തിട്ട് കർത്താവിനെ ഉടനെ ശ്രദ്ധിച്ചു. तो विधवा उस दिन क्या हुआ, तो उसने दरवाजा खोला, एकदम छोटा सा दरवाजा खोला, सुबह उठकर दरवाजा खोला, देखा तो एक अच्छा टिफिन बाहर है. उसने वो क्या किया, वो टिफिन लिया, ओ प्रभु धन्यवाद बोलकर और टिफिन लेकर अंदर गई. കർത്താവേ, ഇന്ന് ഇത്രയും നല്ല ഒരു टिफिन നീ എനിക്ക് വേണ്ടി അയച്ചല്ലോ, തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിച്ചു. हे प्रभु, आज मेरे लिए आपने इतना उत्तम टिफिन, इतना अच्छा टिफिन आपने मेरे लिए तैयार करके मुझे बेच के दिया है करके इसके लिए मैं धन्यवाद करती हूँ बोला. അപ്പൊ ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ ഇങ്ങനെ സൈഡിൽ പാത്തു വെക്കായിരുന്നു. और ये निरीश्वरवादी जो व्यक्ति है जिसने टिफिन डाला था वो साइड में रुककर देख रहा था सब. ഈ വിധവ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഇതൊക്കെ ദേഷ്യം മാമ കൂടി. तो ये देखो, ये विधवा फिर से देखो प्रभु को धन्यवाद दे रहा है बोला तो उसको और गुस्सा बढ़ने लगा. ഉദയം അവരുടെ മുമ്പിലോട്ട് വന്നു. वो तुरंत सामने आया. എന്നിട്ട് പറഞ്ഞു, ഏ കിളവി, ഇത് ദൈവം അല്ല തന്നത്, ഇത് ഞാൻ അവിടെ കൊണ്ടുവച്ചത്. तो वो निरीश्वरवादी वो गुस्से में आकर वो विधवा को बोलती है, ये बुड्ढी, ये तुझे परमेश्वर ने नहीं दिया, ये मैंने दिया है करके एकदम कठोर मन से कहा. അപ്പോഴത്തേക്കും പിന്നെ ആ കിളവി, ഓ നിങ്ങൾക്കും നന്ദി, ദൈവമേ ഇങ്ങനൊരു മനുഷ്യനെ കൊണ്ട് നീ ധരിച്ചതായി. तो वो विधवा ने जब वो निरीश्वरवादी इतना गुस्से से बोला, वो विधवा ने उसको देखकर बोला, आपको भी धन्यवाद, आप ऊपर वो व्यक्ति को भी धन्यवाद करके बोलकर तुरंत ऊपर देखकर बोला, हे परमेश्वर, मैं आपको धन्यवाद करता हूँ कि आपने ऐसा निरीश्वरवादी जो परमेश्वर विश्वास करता ही नहीं है, परमेश्वर है करके विश्वास करता नहीं है, ऐसा व्यक्ति को इस्तेमाल किया ये टिफिन देने के लिए, उसके लिए धन्यवाद. ഓ, അദ്ദേഹത്തിന് ചങ്ക് പൊട്ടിപ്പോയി. वो सुनला तो निरीश्वरवादी का दिल टूट गया. നോക്കണം പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ആര് ഈ കർത്താവ്, അവര് ചിലപ്പം വേറൊരു രീതിയിൽ നമുക്ക് നമ്മളെ ഒന്ന് താഴ്ത്തി കെട്ടാനോ മറ്റുള്ള പല ഉദ്ദേശങ്ങളിലായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അതും നന്മയ്ക്ക് വേണ്ടി തന്നെ, ഭക്തന്മാർക്ക് വേണ്ടി ദൈവം അത് വ്യാപരിപ്പിക്കും. तो जरा सोचो ना, वो निरीश्वरवादी वो विधवा को कैसा भी नीचा करने के लिए या निंदा करने, ठट्टा करने के लिए वो सब बुरा काम किया था, उसका मन में उद्देश्य वो था, लेकिन परमेश्वर ने वो उद्देश्य को एक विश्वासी के लिए भलाई रूप में अवस्था में लेकर आया. ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ, मैं एक बात आप लोग को याद दिलाना चाहता हूँ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപകാരങ്ങളെ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയുമോ? आज तक हमें मिला हुआ, परमेश्वर की ओर से मिला हुआ उपकारों को क्या वो गिनकर भी हम खत्म कर सकते हैं क्या? നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, हम लोग गए दिनों के हमारे जीवन को अगर जरा देखेंगे तो എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ യൂണിഫോം ഒന്നുമില്ല, വെറും നിക്കറൊക്കെ ഇട്ടുണ്ടാ പോണേ. കൊച്ചി ചെറുപ്പത്തിലുള്ള കാര്യം പറയാം, 1, 2, 3 പഠിക്കുമ്പോൾ വെറും നിക്കർ ഇട്ടുണ്ടാ പോണേ, വള്ളി നിക്കർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അനുഭവമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. तो मेरा बचपन का मैं बताना चाहता हूँ. मैं पहला कक्षा या दूसरा कक्षा, 2nd क्लास 3rd क्लास में जब मैं पढ़ते समय में, मेरा बचपन में हमारा जमाना ऐसा था कि हम लोग स्कूल में जाते समय में यूनिफॉर्म नहीं रहता था. हम लोग छोटा सा चड्डी पहनकर जाता था और वो चड्डी में धागा बांधकर हम लोग जाते थे. इस तरह का अवस्था और परिस्थिति से हम लोग स्कूल गए. ചട്ടി പറയാ, നിക്കർ, चड्डी बोला शॉर्ट्स बोलो तो वो अंडरवेयर नहीं, शॉर्ट्स जो घुटने तक आता है, हाफ पैंट. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. आप लोगों को समझने के लिए मैं बताया. അപ്പോൾ അന്നൊക്കെ യൂണിഫോം ഒന്നുമില്ല, എങ്ങനെയെങ്കിലും പിള്ളേരൊക്കെ കിട്ടിയാൽ മതി. हाँ, तो उस जमाने में क्या था, यूनिफॉर्म तो था नहीं, स्कूल को बस कैसे बच्चे लोग चाहिए था. ഒരു ചപ്പൽ പോലും കാലിലില്ല, നങ്കാപ്പാവാ നടക്കുന്നത്. हम लोग चप्पल भी नहीं रहता था, हम लोग नंगे पैर जाते थे. നമ്മൾ ചിന്തിക്കണം. എന്നാലേ അന്നൊക്കെ പിന്നെ ഉപ്പുമാവ് അവിടെ കിട്ടും സ്കൂളിൽ. നോക്കണം, വയറ് നിറച്ച് തിന്നാൻ സമയമില്ല, പിന്നെ പറ്റാഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. तो और वो एक ऐसा समय था, आकल का समय था, लेकिन स्कूल में उस समय में उपमा या खाना कुछ तो वो लोग प्रबंध करके बच्चों को देते थे. ഇന്നത്തെ അവസ്ഥ, लेकिन आज का अवस्था देखिए, എത്ര നല്ല ടിഫിനുമായിട്ടാണ് പോകുന്നത്. आज कितना अच्छा महंगा टिफिन खरीद के हम लोग स्कूल जाते हैं. എത്ര നല്ല യൂണിഫോം ആണ്, कितना
इतना अच्छा यूनिफॉर्म को एकदम इस्त्री करके हम जाते हैं। കാലിടാനായിട്ട് ചപ്പലൊന്നുമല്ല, നല്ല സുന്ദര പിന്നെ ഷൂ. हाँ, पैर में पहनने के लिए कोई चप्पल या सैंडल नहीं पहनते, एकदम अच्छा कलरफुल शू पहन कर जाते हैं। നോക്കുക എത്ര മാറ്റമാ. मतलब कितना जमाना देखो कितना बदल गया है। അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണിയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഷ്ടങ്ങളെ കുറിച്ചോ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. तो आज के बच्चों को अकाल के बारे में या भूख जो है, सबको भूख लगा, भूख का अवस्था क्या है, ये सब बातें उन लोगों को बता के देखो समझ में नहीं आएगा। എന്നാലും ചില കുടുംബങ്ങൾ, പാവപ്പെട്ട കുടുംബങ്ങൾ, അവരെ വളരെ ദുഃഖത്തിലും വളരെ പ്രയാസപ്പെട്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പഴയതൊക്കെ മേടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. लेकिन अभी भी हम देखते हैं इस दुनिया में कुछ गरीब लोग अभी भी इस तरह जीते हैं कि हर सब बातों में उन्हें एडजस्ट करके, कोई भी पुराना चीज लेकर, पुराना चीजों से अगर एडजस्ट हो सकता है तो वो उससे वो लोग एडजस्ट करके सब लोग अपना दिन बिताते हैं। അപ്പൊ ഞാൻ പറയുന്ന സാരം ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പോലും കഴിയാതെ ആ അറിവിൽ അവർ അജ്ഞരായി മാറിക്കൊണ്ടിരിക്കുക. मतलब मेरा कहने का उद्देश्य है कि आज के जमाने का जो पीढ़ी है, यानी कि जो बच्चे हैं, वो लोग परमेश्वर को धन्यवाद ना देने का अवस्था में अज्ञान होकर जी रहे हैं। അന്ന് ഞങ്ങള് 3, 4, 5, 6 കിലോമീറ്റർ നടന്നു പോയി സ്കൂളിൽ പോയി. ഇന്ന് വീടിന്റെ മുമ്പിൽ വരില്ലേ റിക്ഷ അല്ലെങ്കിൽ വാൻ. तो उस जमाने में मेरे बचपन में बोलो तो 3 से 6 किलोमीटर हमको चलकर स्कूल जाना पड़ता। जरा सोचो, नंगे पैर हमको स्कूल में चलकर जाना पड़ता था। लेकिन आज बोला तो हमारा घर के दरवाजे से या तो ऑटो वाला आएगा या तो बस वाला आएगा, वैन वाला आएगा और स्कूल के दरवाजे तक छोड़ता है। അന്നത്തെ നല്ല റോഡ് എവിടെയാ, ടാറിന്റെ റോഡ് എവിടെയാ, കല്ലും മുഴയും കാല് അവിടെ ചെന്ന് അടിച്ചിട്ട് കാലിൽ നിന്നൊക്കെ രക്തം ഒലിച്ചാ പോകുന്നത്. तो उस समय जमाने में रोड बोलो तो कैसा रोड, एकदम कच्चा रोड है, टार डाला हुआ नहीं है, स्ट्रेट किया हुआ रोड नहीं है, एकदम रास्ते में पत्थर या कांटे सब रहता है। तो चलते चलते खून बहते बहते हम लोग चलते थे। ഞാനിതല്ലേ എന്തിനാ പറയുന്നുള്ളൂ, ये सब प्रियो में क्यों बता रहा हूँ, ചിലർക്കെങ്കിലും ചില ഇതിലെ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായി കാണും. क्योंकि ऐसा भी आपके जीवन में भी कुछ ना तो कुछ एक छोटा अनुभव आप लोग के जीवन में भी हुआ होगा। കർത്താവ് നമുക്ക് എത്ര വലിയ ഉപകാരം ചെയ്തു. तो ये प्रभु ने हमारे लिए कितना बड़ा उपकार किया है। നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. इसलिए हमने परमेश्वर को हमें कितना अधिक खुशगुजार, हमें धन्यवाद रूप में हमें धन्यवाद देना है। നമ്മൾ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവപൈതലായി തീർന്നിട്ടും നമുക്ക് കർത്താവിനോടൊരു നന്ദിയുണ്ടോ? क्या हम लोग नया जन्म पाने के बाद भी ये परमेश्वर की ओर ये धन्यवाद का मन है क्या? ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. मैं एक और बात आपको याद दिलाना चाहता हूँ। നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒരു രാത്രി ആമത്തിൽ വലിയ മഴക്കാറൊന്നും ഇല്ലാത്ത തെളിഞ്ഞ ആകാശമുള്ള സമയത്ത് നിങ്ങളൊരു തുറന്ന സ്ഥലത്ത് ഏകാന്തതയിൽ ഉയരങ്ങളിലേക്കൊന്ന് കണ്ണ് നട്ടിരിക്കുന്നത് നന്നായിരിക്കും. हाँ, मैं अगर प्रभु कितना भला है ये बात जानने के लिए छोटा, എത്ര വലിയവനാണ്, हाँ, प्रभु कितना बड़ा है, कितना महान है, ये बात जानने के लिए एक छोटा सा वर्णन में उदाहरण में आपको बताना चाहता हूँ। यानी कि ये आप लोग जाके ट्राई करना, क्या होना, एकदम गहरा रात में, क्या एकदम खुला मैदान में जाना जहाँ पर आकाश एकदम खुला है, आसमान खुला है, बारिश नहीं है, कोई बादल नहीं है, एकदम खुला आसमान के पास आप अकेले कुछ पल जाकर आप आसमान को जाकर देखो। എന്നിട്ട് എന്താ ഞാൻ അറിയോ, और क्या करना, അവിടെ എന്ത് കാണാം? क्या दिखेगा आपको? നമുക്ക് അവിടെ ഇങ്ങനെ മിന്നുന്ന അനേക നക്ഷത്രങ്ങളെ കാണാം. बहुत सारे चमकने वाले तारे को देखने मिलेंगे। ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? ये सब किसने बनाया है? നമ്മുടെ പിതാവ്. हमारा पिता ने। അപ്പോൾ ഇതെല്ലാം ഇനി താഴത്തേക്ക് വീഴാതെ എന്താ? ये सब हमारे ऊपर नीचे गिरता क्यों नहीं है? അപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത അനേക കോടികളുണ്ട്. और ये तो दिखने वाले तारे, इसके अलावा अनेक करोड़ों तारे हैं और सितारे हैं जिसको हम देख भी नहीं सकते। അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ആരാ ഉണ്ടാക്കിയത്? ये सब बातों को किसने बनाया है? നമ്മുടെ പിതാവ്. हमारा पिता ने बनाया है। ആ പിതാവ് എത്ര വലിയവനാണ്. ये पिता कितना बड़ा और महान है। ഞാൻ ആ പിതാവിന്റെ മകനാണ്. मैं उस पिता का बेटा हूँ। ഒരിക്കൽ ഞാൻ അബ്ബാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തും. हाँ, एक दिन मैं उनको अब्बा पिता बुलाकर मैं उनको महिमा करूंगा। ഇന്നും വിളിക്കും, आज भी बुलाता हूँ। അന്നതിന്റെ മഹത്വത്തിൽ വിളിക്കും. उस दिन मैं एक दिन उनका महिमा में बुलाऊंगा। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, आज इसलिए एक बात समझ में आ ആ रहा, പിതാവിന്റെ മക്കളാണ് നമ്മൾ. उस महान पिता के बच्चे हैं हम। ആ പിതാവ് എത്ര വലിയവനാണെന്നുള്ള ആ ഒരു പ്രകാശം നമ്മൾ പ്രാപിക്കണം. वो ये हमारा स्वर्गीय पिता इतना बड़ा और महान है करके वो बात का प्रकटीकरण हमें पाना जरूरी है। എന്നിട്ട് उसके बाद ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും अब महीने में एक बार कम से कम നിങ്ങളൊരു ശവക്കോട്ടെ പോകണം. आप एक शमशान भूमि में जाना ആ ശവക്കോട്ടയിലൂടെ നടക്കണം. और उस शमशान भूमि में जहाँ पर लाशों को गाड़ा गया है उस शमशान भूमि से एक बार आप चल के देखो എന്നിട്ടൊന്ന് ശ്രദ്ധിക്കണം. और ध्यान से देखना। ചിലപ്പോൾ നമ്മുടെ അറിവിൽപ്പെട്ട പലരും അവിടെ കാണും. शायद हमारा पहचान का कोई होगा उधर, അവര്
കുടിച്ചിട്ടുണ്ടോ? वहां पर उधर गाड़ा रहेगा। അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ അവർ നമ്മളെ പോലെ ഈ ലോകത്ത് ജീവിച്ചവരാ. तो एक जमाने में उन लोग भी हमारे समान इस भूमि में चलने वाले लोग हमारे साथ थे। वो लोग അവർ വളരെ ആഗ്രഹങ്ങളുമായി ജീവിച്ചവരാ. और वो लोग बहुत ही आग्रह और जरूरत की बातों को इच्छा रखकर वो लोग जीने वाले लोग थे। പെട്ടെന്ന് മരണമടയോ മാറ്റപ്പെട്ടു. लेकिन अचानक उनको मरना पड़ा, जिसके वजह से अभी उन लोग को गाड़े गए हैं, അവരുടെ ശരീരം അവിടെ അടക്കപ്പെട്ടു. जिसके वजह से उनका लाश को अभी शरीर को गाड़ दिया है। അവരവിടെ ഇല്ല, वो व्यक्ति उधर नहीं है, എങ്കിലും അവരോട് അടക്കപ്പെട്ടു. അവരുടെ ശരീരം അവിടെ അടക്കപ്പെട്ടു. लेकिन वो व्यक्ति का शरीर जो लाश बन चुका है उसको गाड़ दिया है। അപ്പോൾ നമ്മോട് തന്നെ പറയണം, ऐसा अवस्था में हमें अपने आप को पूछना है, കർത്താവേ, हे प्रभु, ഒരിക്കൽ ഞാൻ ഈ നടക്കുന്ന ഈ ശരീരം ഇവരെ പോലെ ഈ മണ്ണിൽ കൊണ്ട് കുഴിയിടും. एक दिन प्रभु मैं जो इस शरीर में जो अभी जी रहा हूँ, एक दिन मेरा यह शरीर भी एक दिन गाड़ा जाएगा। ഞാൻ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. मैं कितना भी मजबूत खड़े रहूं, थामे रहूं, मैं तो केवल एक श्वास हूँ प्रभु। എന്നാൽ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ ഈ ജഡത്തിൽ അഹങ്കരിച്ചിട്ടുണ്ട്. और मैंने कितने बार मैंने ये शरीर में अहंकार किया है। ഞാൻ ഇങ്ങനെ മരിച്ച് ഇങ്ങനെ അടക്കപ്പെടുമെന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. मैं भी इस तरह एक दिन मरकर इस तरह गाड़ा जाऊंगा करके ये बात मैं भूल जाता हूँ। നമ്മളിപ്പം അവിടെ നിന്ന് നമ്മളോട് അവിടെ വിളിച്ചിട്ട് ആ കാര്യങ്ങളെ ഒന്ന് ചിന്തിച്ചിട്ട് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായി. तो ये गाड़ा हुआ अवस्था को हम लोग देखते हुए हमारा कमजोरी, हम लोग कितना निकम्मा है करके ये अवस्था हमें पहचानना चाहिए। ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും അഹങ്കരിക്കില്ല. तो ये कम से कम ये बात अगर ये व्यक्ति मनुष्य को समझ में आएगा तो मनुष्य कभी भी अहंकार नहीं करेगा, घमंड नहीं करेगा। നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതോ നമ്മൾ പലരും അഹങ്കരിക്കുന്നവർ. क्योंकि हम लोग जाने अनजाने में बहुत से बातों में हम लोग अहंकार करते हैं। എന്തോ എനിക്ക് ദൈവാത്മാവ് ഇങ്ങനെയെല്ലാം നിങ്ങളോട് പറയാനായിട്ടൊരു പ്രേരണ തന്നുകൊണ്ട് ഞാൻ പറയും. पता नहीं क्यों, लेकिन प्रभु का आत्मा ने मुझे ये सब आपको बोलने के लिए प्रेरणा किया, इसके लिए मैं बता रहा हूँ। ചിലപ്പോൾ ഇന്നായിരിക്കും കർത്താവ് വരുന്നത്. शायद आज प्रभु आ सकता है प्रियो। നമുക്കിനി ചിലപ്പം ഒന്ന് ശവക്കോട്ടെ പോകാൻ പോലും സമയം കിട്ടിയെന്ന് വരികയില്ല. हम लोग को अभी शायद शमशान भूमि में जाने के लिए भी टाइम नहीं रहेगा। എന്തായാലും ദൈവമക്കളെ നമുക്ക് നന്ദിയുള്ള ഹൃദയം ഉണ്ടാകട്ടെ. लेकिन फिर भी प्रभु प्रियो, हम सबको एक धन्यवाद का एक हृदय होए। കാരണം ഈ ദൈവവചനം ലഭിച്ചത് ഓർത്ത് നമ്മൾ എത്രമാത്രം സ്തുതിക്കണം. हमें ये वचन मिला है बोलकर उसी के लिए कितना धन्यवाद देना चाहिए। നമ്മൾ എഫേസർ 5:20 വായിക്കുന്നത്, एफेसों को पुस्तक 5:20 में हम पढ़ते हैं, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. आमीन। पढ़ेंगे एफेसों 5:20। सदा सब बातों के लिए हमारे प्रभु यीशु मसीह के नाम से परमेश्वर पिता का धन्यवाद करते रहो। हाँ, धन्यवाद करते रहो। അപ്പോൾ നമ്മളെ കുറിച്ച് എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാൻ तो പറഞ്ഞിരിക്കുന്നു. हमें सदा सभी बातों के लिए सदा हमें धन्यवाद देते रहना है। അപ്പോൾ ഒരു കാര്യം പോലും വിട്ടുകളയരുത്. यानी कि एक भी बात को छूटना नहीं है। നമുക്കറിയാം, നമുക്ക് പിന്നെ നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമുണ്ട്. तो ये हम प्रभु को धन्यवाद दे, परमेश्वर को धन्यवाद का स्तुति रूप में अर्पण, ये बलिदान जो चढ़ाना, धन्यवाद जो हमसे निकलना चाहिए, ये हमारा एक बहुत बड़ा जवाबदारी है प्रिय। കാരണം നമ്മൾ എത്രമാത്രം ദൈവത്തിന് ഉപകാരങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. क्योंकि हम लोग परमेश्वर से कितने कितने अनेक उपकारों को एक दिन में ही पाया होगा। മാത്രമല്ല ദൈവം നമ്മളിൽ നിന്നും ഈ സ്തുതി, ഈ സ്തോത്രം ആഗ്രഹിക്കുന്നുണ്ട്. और परमेश्वर हमसे ये धन्यवाद, ये स्तुति हमसे आग्रह करता है। അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ കൊടുക്കണ്ടേ? परमेश्वर जो आग्रह करता है हमसे वो देना चाहिए ना। കാരണം അതിന്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് നമുക്കറിയാമല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് പിന്നെ കർത്താവ് യെരുശലേമിലേക്ക് യാത്രയിൽ ശമര്യക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 10 കുഷ്ഠരോഗികൾ തന്നെ അഭിമുഖീകരിച്ചു. तो इसका एक अच्छा उदाहरण हम देख सकते हैं जब प्रभु यरूशलेम की ओर यात्रा करते समय में അതിന്റെ 17 മുതൽ നമ്മൾ 19 വരെ വായിക്കുമ്പോൾ ആ കാര്യം കാണാം. उसका वहां पर 11 से जब हम पढ़ते हैं समय में उसका 19 तक है उसका बात। तो प्रभु वहां पर शमरिया से गलीली की ओर जाते समय उसके बीच में वहां पर कौन आया? 10 कोड़े की बीमारी के लोग आए। നമ്മൾ പറയാം, ലൂക്കോസ് 17-ാം അധ്യായത്തിന്റെ 11 മുതൽ 19 വരെയുള്ള ആ വാക്യത്തിൽ നിന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. हाँ, मैं अभी फिर से मैं वाक्य बताना चाहता हूँ। लूका का सुसमाचार 17 अध्याय उसका 11 सॉरी लूका का सुसमाचार 17 अध्याय 11 से 19 का बीच वो बात का घटना को मैं बता रहा हूँ। लूका सुसमाचार 17 का 11 से 19। കാരണം എനിക്കറിയാം, ചിലപ്പോൾ കേൾക്കുന്നവരൊക്കെ ഇത് എവിടെയാ, ബൈബിൾ എവിടെയാന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഭാഗം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ക്ലിയർ ആയി. क्योंकि कभी कभी हम लोग को वचन का अज्ञानता या फिर सही रीति से जानकारी नहीं मालूम होने से वजह से और ये घटना किधर है करके सोचते हैं, इसके लिए वचन बताना पड़ता है। അപ്പോൾ ഈ 10 കുഷ്ഠരോഗികൾക്കും കർത്താവ് സൗഖ്യം കൊടുത്തു. हम यहाँ पर क्या देखते हैं? ये 10 कोड़े की बीमारी के लोगों को प्रभु ने चंगा किया। അവര് പിന്നെ
സൗഖ്യം പ്രാപിച്ച് അവര് പുരോഹിതന്റെ അടുക്കിലേക്ക് പോകും. അപ്പോൾ പുരോഹിതനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പോകുന്ന വഴിയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു. हाँ, और उधर क्या कहा प्रभु ने उनको तुम चंगा हो जाओ करके बोलकर तुम जाकर याजक को दिखाओ करके बोला और वो लोग याजक के दिखाने के रास्ते में वो लोग चंगा हो गए. അപ്പോൾ ഒരു വ്യക്തി ഉടനെ തന്നെ, അതായത് ഒരു ശമര്യനാണ്, ഉടനെ തന്നെ ഓടി മടങ്ങി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വന്നു. तो उसमें से जो 10 में से एक व्यक्ति जो व्यक्ति था वो एक शमेरी व्यक्ति था. वो व्यक्ति चंगा पाकर तुरंत प्रभु के पास वापस आया. അപ്പോൾ അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കലും കവിന്ന് വീണു. पढ़ेंगे 17 का 15 पढ़ेंगे लूका. तब उनमें से एक यह देखकर कि मैं चंगा हो गया हूँ, हाँ। ऊंचे शब्द से परमेश्वर की बड़ाई करता हुआ लौटा. हाँ, आगे और यीशु के पांवों पर मुंह के बल गिरकर उसका धन्यवाद करने लगा. बस അപ്പോൾ അവൻ വീണ് കർത്താവിന് നന്ദി പറയുക. मतलब प्रभु के पैरों की ओर वो गिरकर कदमों में गिरकर वो धन्यवाद देने लगा. എന്നിട്ട് പറയാണ്, അവനോ ശമരിക്കാരനായിരുന്നു. और फिर वो व्यक्ति कौन था? एक शमेरी था. നോക്കണം, മറ്റുള്ളവർ യഹൂദന്മാരായിരുന്നു. बाकी 9 लोग यहूदी लोग थे. അവര് മടങ്ങി വന്നില്ല. उन लोग वापस नहीं आया, എന്നാൽ ഒരു ശമരിക്കാരൻ, लेकिन एक शमेरी वापस आया. അവൻ അവൻ ഒരു വിധത്തിൽ പകുതി യഹൂദനാന്ന് പറയാം. हाँ, तो एक तरफ से देखा जाए तो वो एक आधा यहूदी है. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശമരിയക്കാരൻ മടങ്ങി വന്ന് അവിടെ കർത്താവിന് നന്ദി പറയുക. मतलब इस तरह का एक व्यक्ति जो शमेरी का है वो आकर प्रभु को महिमा दे रहा, धन्यवाद दे रहा है. വിഷയം ഇവിടെ ആരാണെന്നുള്ളതൊന്നുമല്ല. तो उधर विषय ये नहीं कि कौन सा जात का है, कौन है, ये नहीं है विषय. വിഷയം ഇവിടെ കർത്താവ് പറയാണ്. लेकिन वो अवस्था को देखकर प्रभु देखो क्या कहता है. അവിടെ അതിന്റെ 17-ാം വാക്യത്തിൽ 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ, 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവൻ അന്യജാതിക്കാരാണെന്ന് കർത്താവിനെ എടുത്തു പറയുക. उसका 17 और 18 पढ़ेंगे. इस पर यीशु ने कहा, क्या 10 शुद्ध न हुए तो फिर वे 9 कहाँ है? क्या इस परदेशी को छोड़ कोई और न निकला जो परमेश्वर की बड़ाई करता? तो यहाँ पर देखो प्रभु उठाकर कहते तो ये तो परदेशी है, मतलब अन्य जाति है, इसके अलावा और बाकी कोई नहीं था जो प्रभु को महिमा दे सका. ദൈവങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിന് ഉപകാരം പ്രാപിച്ചെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. इसलिए हमें प्रभु की ओर से अगर कुछ भी भलाई का अगर फायदा अगर लाभ अगर हमको मिला है तो उसको हमें धन्यवाद देना ही चाहिए. അപ്പോൾ നന്ദി പറയുന്നവൻ എന്ത് ചെയ്യുന്നു? जो धन्यवाद देता है वो क्या करता है? കർത്താവ് പറയാണ്, മഹത്വപ്പെടുത്തുന്നു. उस वचन में अभी हम पढ़ते हैं कि उसने परमेश्वर को महिमा किया. അത് തന്നെയാണ് നമ്മൾ 50-ാം സങ്കീർത്തനത്തിന്റെ 23-ാം വാക്യത്തിന്റെ ആരംഭത്തിലും വായിക്കുന്നത്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. वही हम लोग 50 भजन संगीता उसका 23 में हम पढ़ते हैं कि जो धन्यवाद देता है वो परमेश्वर को, यहोवा परमेश्वर को महिमा करता है. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നില്ല. വായിക്കാം. हाँ, ठीक है. 50 का 23. धन्यवाद के बलिदान का चढ़ाने वाला मेरी महिमा करता है. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ സ്തുതിക്കുമ്പോൾ ചെയ്യുന്നത്. यानी धन्यवाद के द्वारा वो यहोवा को महिमा करता है. അപ്പോൾ ഇന്ന് നമുക്ക് ആ നിലയിൽ നമുക്ക് ഈ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? तो इसके लिए आज उस अवस्था में परिस्थितियों में भी इस धन्यवाद से हम लोग प्रभु का महिमा करने हो पा रहे हैं क्या? ഇതെല്ലാം ദൈവവചനത്തിലൂടെ നമ്മൾ അറിയുന്ന സത്യങ്ങളാണ്. ये सब परमेश्वर के वचन के द्वारा जानने वाला सत्य है. ഞാനൊരു കാര്യം വീണ്ടും പറയട്ടെ. इसलिए मैं एक बात बताना चाहता हूँ. നിങ്ങൾ ഇന്ന് എഴുന്നേറ്റ് വചനം വായിച്ചു. आज सवेरे उठकर आपने वचन पढ़ा क्या? ഈ ബൈബിള് നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം നിങ്ങളുടെ ഭാഷയിൽ തന്നിട്ട് ഈ ബൈബിള് വായിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞു. तो अब ये वचन को, ये बाइबल को आपके भाषा में आपका हाथ में परमेश्वर ने देखकर भी क्या आपको बाइबल पढ़ने हो पाया क्या? ഈ ബൈബിള് നമുക്ക് പൂജിക്കാനുള്ളൊരു പുസ്തകമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പുസ്തകം. ये बाइबल जो है इसको पूजा करके दंडवत करने के लिए ये पुस्तक नहीं है, बल्कि ये पुस्तक में लिखा हुआ बातों को हमारे जीवन में अनुभव में लाने के लिए पुस्तक है ये. ശ്രദ്ധിച്ചോ? आप लोग समझे क्या वो बात को? ചിലർക്കൊക്കെ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ബൈബിളിനെ നമസ്കരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. मैं बहुत से लोगों को ऐसा देखे बाइबल को लेकर लोग चुम्बन करके उसको दंडवत करता है. ഇത് അങ്ങനെ പൂജിക്കേണ്ട ഒരു കാര്യമല്ല. मतलब ये ऐसा पुस्तक नहीं है कि इसकी पूजा करना चाहिए, ऐसा पुस्तक नहीं है. ऐसा अवस्था नहीं है. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. बल्कि ये पुस्तक में लिखा हुआ बात को हमारे जीवन के अनुभव में लाने के लिए पुस्तक है. ഈ വചനം, ഈ ദൈവത്തിന്റെ വചനം, അതാണ് ഒരു വിശുദ്ധന്റെ യഥാർത്ഥത്തിലുള്ള ആയുധം. ये परमेश्वर का ये वचन ही एक विश्वासी का जीवन में एक बहुत बड़ा हथियार है. നമുക്കറിയാം, നമ്മുടെ ആത്മീയ യുദ്ധക്കളത്തില് എഫേസ്യർ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. ഈ വാൾ, ഇത് ദൈവത്തിന്റെ വചനം എന്നുള്ളത് ആത്മീയ യുദ്ധരംഗത്ത് ഇത്
ആത്മാവിന്റെ വാളാണ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. उसका एफेसियों का पुस्तक 6:17 में जब हम पढ़ते हैं समय में, एफेसियों 6:17 में वहां पर लिखा है परमेश्वर का वचन जो वो क्या है, वो आत्मा का तलवार है. നിങ്ങൾ മനസ്സിലാക്കുക. आप लोग बात समझिए जरा. അപ്പോൾ ഇത് ഈ വേദപുസ്തകത്തെ നമ്മൾ ഉണങ്ങിയിട്ടോ അതിനെ നമ്മൾ ഭദ്രമായി അലമാരിയിൽ സൂക്ഷിച്ചിട്ടോ കാര്യമില്ല. ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. तो ये बाइबल को लेकर अच्छे से सजा कर उसको चुंबन देकर अच्छे से अलमारी में एकदम सजा के रखने के लिए नहीं है पुस्तक, बल्कि इसके बातों को हमारे जीवन में अनुभव में लाने के लिए, लागू करने के लिए है ये पुस्तक. ഇത് ഏതെങ്കിലും ഒരു തത്വസംഹിത എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമല്ല. ഇതിനെ നമുക്ക് അവഗണിച്ച് കളയുവാൻ പാടില്ല. ഇത് നമ്മൾ ഓരോന്നും അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. ये कोई तत्व का के विषय में या कोई फिलोसफी या कोई बड़ा बड़ा बात या ग्रंथ का ऐसा अवस्था के लिए नहीं है, बल्कि ये हमारे जीवन में अनुभव में लाने के लिए है. നമുക്ക് ഈ കേൾക്കുന്ന വചനങ്ങളെ നമുക്ക് അനുസരിക്കുവാൻ കഴിയണം. हमें इसमें लिखा हुआ पुस्तक को, बातों को हमें मानना चाहिए. കർത്താവ് പഠിപ്പിച്ചപ്പോൾ യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാൻ കഴിയും. യോഹന്നാൻ का सुसमाचार 8:31-32 जब हम पढ़ते समय में, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യോഹന്നാൻ का सुसमाचार 8:31-32 पढ़ेंगे. तब यीशु ने उन यहूदियों से जिन्होंने उस पर विश्वास किया था कहा, यदि तुम मेरे वचन में बने रहोगे तो सचमुच मेरे चेले ठहरोगे. तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ പ്രമാണിക്കണം. इसलिए प्रभु का ये वचन को हमें मानना है. ഈ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. इस वचन में हमें बना रहना है, കാരണം ഈ വചനം ജീവന്റെ വചനമാണ്. क्योंकि ये वचन जीवन का वचन है. ഇത് നമ്മൾ മറ്റുള്ള ഏതെങ്കിലും പുസ്തകങ്ങളിൽ വായിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു തത്വസംഹിതയല്ല. क्योंकि ये कोई दूसरा पुस्तकों के समान मेरा तत्व को, मेरा जीवन को, अवस्था को, ये सब बातों का मेरा बुद्धि विकास करने वाला कोई पुस्तक नहीं है. മതഗ്രന്ഥമല്ല. ये कोई धर्म का ग्रंथ नहीं है. ഇത് ദൈവത്തിന്റെ വചനമാണ്. ये परमेश्वर का वचन है. ഇത് മാനവരാശിയോട് ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ ഒരു വഴിയാണ്. ये परमेश्वर मनुष्य जात को उनको उद्धार का रास्ता बताने के लिए जो बात किया है, वो वार्तालाप का पुस्तक है. ये നമ്മൾ റോമർ 8:2 വായിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ വചനമാണിത്. हाँ, उसको रोमियो का पुस्तक 8:2 जब हम पढ़ते समय में, रोमियो 8:2 में ये जीवन का वचन का प्रमाण है. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് ഈ വചനത്തിന്റെ മഹാത്മ്യം ഞാൻ പലപ്പോഴും വചനത്തിന്റെ മഹാത്മ്യം കുറേശ്ശേക്ക് എടുത്ത് പറയാറുണ്ട്. हमें तो इसलिए वचन का महत्व हमें समझना है. मैं बहुत बार अधिकतर वचन का महत्व को मैं बताता हूँ. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. एक बात हमें समझना एक बात को, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ये वचन में लिखा हुआ सब बातों को हमारे जीवन में लागू करने का जिम्मेदारी हमें है. നമ്മൾ പ്രമാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. और इस जीवन का इस पुस्तक में जो बातों को हमें प्रमाण करना है, बहुत से बातें पुस्तक में लिखा भी गया है. ഈ ബൈബിൾ നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. हे प्रियो, ये वचन हमको खोल कर दिया है. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, मैंने ऐसा सुना है, ചില ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. कुछ इतिहास में या स्टोरी में ऐसा लिखा है. ഈ നമ്മുടെ നാട്ടിലൊക്കെ അവരുടേതായ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഏതെങ്കിലും അന്യജാതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചെവിയിൽ ഉരുക്കി അതിലൊഴിക്കും. हाँ, तो हाँ, मैंने ऐसा मेरे गांव में ऐसा ये अवस्था सुना है कि जब भी बहुत पुराना जमाने की बात है, जब उस समय में जब बड़े लोग वो लोग जब उनका ग्रंथ जब पढ़ते समय में, वो ग्रंथ को वो लोग जोर से पढ़ते थे, तो उसका रास्ते से अगर कोई भी छोटा लो कास्ट का व्यक्ति, दलित टाइप का छोटा कास्ट का व्यक्ति अगर वो बात सुन लिया जो ग्रंथ में पढ़ रहा है, तो ये आदमी क्या करेगा, ये लोग तुरंत लोहा को पिघला कर वो दलित का कान में डाल देगा. सुनो, ഭയങ്കര അവരുടെ ഈ ദൈവത്തിന്റെ പുസ്തകം അവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളിലെ വായിച്ച് കേൾക്കുന്നതിൽ പോലും അവർ അത്ര വിരോധമായിരുന്നു. यानी कि उनका देव का जो ग्रंथ है, मतलब उनका धर्म का जो पुस्तक है, वो धर्म का पुस्तक का ग्रंथ को वो लोग पढ़कर कोई और अगर सुन लिया और वो छोटा जात का निकला, तो वो लोग को बहुत गुस्सा था, वो पसंद नहीं है, कोई नहीं सुनना चाहिए. ഈവൻ ഒരു സമയത്ത്
റോമൻ കാത്തലിക് എന്ന് പറയുന്ന ആ മതം പോലും ഈ ബൈബിള് സാധാരണക്കാർ വായിക്കാൻ പാടില്ല എന്ന് വിരോധിച്ചിരുന്നൊരു കാലഘട്ടമാണ്. एक जमाना ऐसा था, लगभग अभी से 500 साल पहले की बात है. एक ऐसा समय था जब रोमन कैथलिक धर्म जब दुनिया को कब्जा कर राज कर रहा था. वो समय में भी वो साधारण लोग जो सिर्फ जो रोमन कैथलिक के पादरी लोग जो शिक्षण किया उन लोग के अलावा साधारण लोग, समाज के लोग, वो लोग बाइबल पढ़ना नहीं चाहिए करके उन लोगों को आज्ञा दिया था. മാത്രമല്ല അന്നെല്ലാം പിന്നെ ലത്തീൻ ഭാഷയിൽ, അത് ലത്തീൻ ഭാഷ ആർക്കറിയാവുന്ന ഈ പുരോഹിതന്മാർക്ക് അറിയത്തുള്ളൂ. അവരെന്ത് വായിക്കുന്നു അതിനെല്ലാം ആമേൻ പറഞ്ഞോണം, അവർ പറഞ്ഞു കേട്ടണം. പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ പോലും അന്ന് ബൈബിൾ ഇല്ലായിരുന്നല്ലോ. तो वो जमाना ऐसा जमाना था जो सिर्फ लैटिन भाषा में ही लिखा हुआ पुस्तक था. तो लैटिन भाषा कौन है? उस समय में जमाने में सिर्फ पढ़े लिखे लोगों को ही जानता था. मतलब वो एक ऐसा जमाना है जहाँ पर सब लोग पढ़ाई लिखाई नहीं करते थे. जो ऊंचा पदवी के लोग थे और जो कैथलिक स्कूल में जाकर जो पढ़ते थे, जो पादरी बनने का इच्छा रखते, सिर्फ उन लोगों को लैटिन भाषा मालूम होता था. वही लोग पढ़ सकते थे, समान साधारण लोग नहीं पढ़ सकते थे. ചിന്തിക്കണം, हम जरा सोचे ദൈവത്തിന്റെ എത്ര വലിയ കൃപയാണ് നമുക്ക് ലഭിച്ചത്. परमेश्वर का कितना बड़ा अनुग्रह हमें मिला है प्रियो. നമുക്ക് നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് എത്രമാത്രം വലിയ ഭാഗ്യവാന്മാരാണ്. आज का ये समय में, ये पीढ़ी में हमें जीने के लिए प्रभु ने मौका दिया. कितना बड़ा भाग्य अवस्था है ना. നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമുക്ക് ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതി വയ്യ. हमारा भाषा में प्रभु ने हमको बाइबल को वार्तालाप करके दिया, उसको परिभाषा करके दिया, वो बात हम पढ़ सकते हैं. ये बात को हमें कितना धन्यवाद देना चाहिए. നമുക്കറിയാം ഇന്നും എത്രയോ ഭാഷകളിൽ ഇന്നും ഈ ബൈബിൾ അവരുടെ ഭാഷയിലില്ല. आज भी ऐसा बहुत से भाषाएं हैं जो कुछ लोगों के भाषा अभी भी बाइबल नहीं है. എന്റെ അറിവ് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 6500 പരം ഭാഷയുണ്ട്. मेरा जानकारी के हिसाब से लगभग 6500 से भी ज्यादा भाषाओं में बाइबल ट्रांसलेशन हो चुका है. അല്ലല്ല, അത്രയും ഭാഷയുണ്ട്. अच्छा सॉरी, उतना भाषाएं हैं दुनिया में. എന്നാൽ അതിലെ ഏകദേശം ഒരു 3000 ഭാഷയോളവും തന്നെ ഇപ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും കിട്ടും. हाँ, तो 6500 भाषा जो दुनिया में है उसमें से सिर्फ 3000 भाषाओं में से कुछ न तो कुछ भाग का बाइबल ट्रांसलेशन किया है. ഇനിയും ലിപി ഉണ്ടാക്കാത്ത ഭാഷകൾ വേറെ ഉണ്ട്, അതിന്റെ എണ്ണമില്ല. उसके अलावा जो बिना लिपि का, यानी कि जो लिखने वाला बात है, अभी भी बहुत से भाषाओं में लिखावट करके लिपि करके नहीं है, वो भी अनगिनत, उसको गिना नहीं अभी तक. നമ്മൾ ചിന്തിക്കുക, तो जरा सोचिए, നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് ദൈവത്തിന്റെ വചനം കിട്ടിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. तो ये तो जरा सोचो ना, हमको हमारे भाषा में हमको पढ़ने के लिए बाइबल अगर मिला है बोला तो कितना भाग्य बात है ना. हो അപ്പോൾ ഇത് ഒരു തുറന്ന പുസ്തകം, ആർക്കും വായിക്കാം. ഇതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ ഭേദം, ദേശഭേദമില്ല. तो ये एक खुला पुस्तक है. मतलब क्या, कोई भी भाषा का, कोई भी गोत्र का, कोई भी चमड़े का रंग, कोई भी प्रकार का व्यक्ति क्यों ना हो, समाज का क्यों ना हो, वो ये बाइबल पढ़ सकता है. എന്നോട് ചിലരെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ബൈബിൾ കൊടുക്കുമ്പോഴത്തേക്കും, ഇത് ഞങ്ങൾക്ക് വായിക്കാവോ? अरे मैं जब लोगों को सुसमाचार बोलकर जब मैं उनको बाइबल हाथ में देता हूँ, पढ़ो करके बोलते समय में वो लोग तुरंत मुझे पूछते हैं, क्या ये पुस्तक हम पढ़ सकते हैं क्या? ഞങ്ങൾക്ക് ഏത് സമയത്തും വായിക്കാവോ? क्या हम लोग कोई भी समय में पढ़ सकते हैं, ऐसा है क्या? അവർ വലിയ അതിശയ. उनके लिए बहुत बड़ा आश्चर्य, बड़ा बात है. കാരണം അവരുടെ മതഗ്രന്ഥത്തെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ നിലയിലാണ്. क्योंकि उन लोगों ने उनका धर्म का ग्रंथों को समझ के अलग रीति से समझ के रखा है. ദൈവമക്കളെ, നമുക്കിത് തുറന്നു തന്നിരിക്കുകയാണ്. നമുക്ക് ഏത് സമയത്തും നമുക്ക് ആർക്കും എവിടെയും നമുക്ക് വായിക്കാം. तो इसलिए लेकिन प्रियो, ये बाइबल हमको खोला हुआ पुस्तक है. मतलब कोई भी समय में, कोई भी अवस्था में कोई भी इसको उठाकर पढ़ सकता है. നമുക്കറിയാം പഴയ നിയമത്തില് ചില പുസ്തകങ്ങൾ മുദ്രയിട്ടേക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. हम देखते पुराने नियम में, हम देखते कुछ पुस्तकें था जिसको छाप डालकर, मोहर डालकर, उसको छाप करके बंद करके रखने के लिए प्रभु ने आज्ञा दिया था. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. ദാനിയേൽ 12-ാം അധ്യായം, दानियल का पुस्तक उसका 12 अध्याय में जब हम पढ़ते हैं, അതിന്റെ 4-ാം വാക്യം, दानियल 12 का 4 में हम पढ़ते हैं, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് മുദ്രയിടാൻ പറഞ്ഞു. हाँ, उसका सिर्फ शुरुआत का पढ़ना, दानियल 12 का 4. परंतु हे दानियल, तू इस पुस्तक पर मुहर करके इन वचनों को अंत समय तक के लिए बंद रख. हाँ, अंत समय तक के लिए इसको बंद कर, मोहर डाल के बंद करके रख. അതിന്റെ 9-ാം വാക്യം ശ്രദ്ധിച്ചാൽ, और वाक्य 9 भी अगर हम पढ़ेंगे तो, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. അതിനെ അടച്ചും മുദ്രയിട്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ പുസ്തകങ്ങൾ
ആ സമയത്ത് അത് അടച്ച് മുദ്രയിടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. हाँ पढ़ेंगे वाक्य 9। हे दानियल चला जा, क्योंकि ये बातें अंत समय के लिए बंद है और इस पर मुहर दी गई है। हाँ ये अंत समय तक के लिए बंद है और इस पर मोहर दी गई है। എന്നാൽ നമ്മൾ ഈ ബൈബിളെല്ലാം പൂർണ്ണമായി എഴുതപ്പെട്ട് തന്നു കഴിഞ്ഞപ്പോൾ, लेकिन जब ये बाइबल पूरा रीति से लिखकर हमको जब मिला तभी ഇന്ന് നമുക്ക് അങ്ങനെ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമില്ല. आज हमें इस तरह मोहर डालकर बंद करके रखा हुआ पुस्तक कुछ भी नहीं है। ഇന്ന് എല്ലാം ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുക. आज हमको सभी पुस्तकें खोलकर रखा है। നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 22-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, इसलिए प्रकटीकरण का पुस्तक उसका 22 का 10 में हम पढ़ते हैं, അവൻ പിന്നെ എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. हाँ इसका 22 का 10 पढ़ेंगे, रेवलेशन 22:10 22:10। इस पुस्तक की भविष्यवाणी की बातों को बंद मत कर, हाँ क्योंकि समय निकट है। हाँ ये भविष्यवाणी का पुस्तक, क्योंकि समय नजदीक है, इसलिए ये भविष्यवाणी का पुस्तक बातों को बंद नहीं करना। അപ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. तो हम लोग कितना भाग्यशाली लोग हैं ना, നമുക്കിത് തുറക്കപ്പെട്ട് കിട്ടിയിരിക്കുക. आज हमको ये पुस्तक खोल कर मिला है। നമുക്ക് ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകത്തെ വിരോധിക്കുന്ന അനേകം ലോകത്തുണ്ട്. आज ये पुस्तक के विषय विरोध बलवा करने वाले बहुत से लोग हैं, എന്നാൽ ഈ പുസ്തകം ഒരു ആത്മീയ പൂർണ്ണതയുള്ള ഒരു പുസ്തകമാണ്. लेकिन ये पुस्तक जो है आत्मा का पूर्णता का पुस्तक है। എന്നാൽ ഇത് വെറുക്കുന്നവര് ഈ പുസ്തകത്തെ തുപ്പാറുണ്ട്. और यहाँ जो ये बाइबल को ठुकराते हैं, ये ठुकरा कर इसके ऊपर थूकते भी है लोग, അതിനെ ചവിട്ടിക്കളയുന്നവരുണ്ട്, इसके ऊपर पैर मांगकर रोनते भी है, അതിനെ ചുട്ടുകളയുന്നവരുണ്ട്, उसको जलाते भी है, അതിനെ കീറിക്കളയുന്നവരുണ്ട്, उसको फाड़ने वाले भी है, അതിനെ വളരെ നിന്ദിക്കുന്നവരുണ്ട്. और बहुत अलग अलग तरीकों से निंदा करने वाला पुस्तक ये है। ये അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ऐसा सब लोगों ने किया है। എനിക്കറിയാം, ഇത് കീറിക്കളഞ്ഞ അനേകം ഇന്ന് ഈ പുസ്തകം പ്രസംഗിക്കുന്നുണ്ട്. मैं कुछ लोगों को जानता हूँ जिन्होंने एक जमाने में ये बाइबल को फाड़ा था, आज वही लोग ये बाइबल का प्रचार कर रहे हैं। നിങ്ങൾ ഈ പുസ്തകത്തോട് എങ്ങനെ ഇടപെട്ടാലും, आप ये पुस्तक के साथ कैसा भी व्यवहार करो, ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. मैं एक बात आपको बताना चाहता हूँ, ഈ വചനപ്രകാരം, ഇതിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരം ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ദിവസം വരും. ये मैं इस वचन में लिखा कि ये वचन के अनुसार, ये वचन के पुस्तक में जो भी लिखा है, हम में से एक एक लोगों को, आप सभी लोगों को इसमें लिखा हुआ अनुसार आपको न्याय करेगा। നിങ്ങൾക്ക് ഇപ്പോൾ വേണേ ഇതിനെ കീറിക്കളയാം. आप लोगों को चाहिए तो आज ये चाहे तो फाड़ सकते हैं पुस्तक को। ഞാൻ കേട്ടിട്ടുണ്ട്, വാട്ടയർ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയും ഈ പുസ്തകത്തെ ലോകത്തിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് തന്റെ മുഴു ധനവും ഉപയോഗിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞത്, ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ബൈബിൾ എന്ന് പറയുന്ന സാധനം ഒരു എന്താ പറയണേ वायनशाला अन्वेषण किया। हाँ, तो एक वॉल्टर नाम का एक व्यक्ति था जो बहुत बड़ा निरीश्वरवादी था और बहुत बड़ा धनी था। उन्होंने अपना सारा धन से और अपना सारा शक्ति से बाइबल को दुनिया से खत्म करने के लिए पूरा कोशिश और यत्न किया। और उसका अंतिम समय में वो क्या कहते हैं, पूरा खर्चा करने का क्या बोलते हैं, देख लेना आज से 100 साल के बाद ये बाइबल एक लाइब्रेरी में भी, यानी कि जहां पर पुस्तकों का रखा है उधर भी लाइब्रेरी में भी ये बाइबल मिलेगा नहीं बोलकर ऐसा कहा उसने। तो उन्होंने अपना धन की मदद से जितना बाइबल वो खरीद सकते हैं वो सब बाइबल को खरीद कर उसको जला दिया। लेकिन आखिरी में क्या हो गया, वो व्यक्ति 100 साल जिया नहीं। അദ്ദേഹത്തിന്റെ ബംഗ്ലാവും സ്ഥലങ്ങളും എല്ലാം ബൈബിൾ സൊസൈറ്റി, ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി। हाँ, वो व्यक्ति का जो जमीन और बंगला है जेनीवा बाइबल सोसाइटी नाम का एक बहुत बड़ा बाइबल सोसाइटी है विदेश का, उन लोगों ने वो जमीन और बंगले को खरीद लिया। എന്നിട്ട് ലോകത്തിലുള്ള നൂറുകണക്കിന് ഭാഷകളിലേക്ക് അവിടെ നിന്നും വചനം ഒഴുകി। और उस जगह से उधर ही उन लोग ने प्रिंटिंग प्रेस लगाकर लगभग 100 भाषाओं में बाइबल को प्रिंट कर देश विदेश में सब जगह पर बांटा। നൂറുകണക്കിന് എത്ര ഭാഷ പറയാൻ പറ്റില്ല। हाँ, तो मतलब 100 गुना वो लोग ने भेजे, 100 भाषा में नहीं, 100 गुना में वो लोग, अभी कितना भाषा में वो लोग ट्रांसलेट किया मालूम नहीं, लेकिन 100 गुना फोर्स के बहाव से वहां से बाइबल पूरा दुनिया में गया। എവിടെ നിന്നാ, कहां से? ഇത് നശിപ്പിക്കുന്നു പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന്। या मैं जो जहां पर बाइबल नाश करूंगा करके जो आदमी ने बोला उसके घर से गया। നടക്കില്ലോട്ടോ, इसलिए ये संभव नहीं है। ഇതൊക്കെ ചില അവരുടെ ഒരു ചെറിയ അഭിലാഷങ്ങൾ മാത്രമേ ഉള്ളൂ। मतलब ये कुछ लोगों का एक छोटा सा एक अभिलाषा है वो। ഞാൻ അതിലോട്ട് ഒരുപാട് പോകുന്നില്ല, मैं उसमें और गहराई में नहीं जा रहा। ഞാൻ പറയുന്നത് സാരം അറിയോ, मैं कहने का विषय क्या है, ഒരു ദിവസം
എല്ലാ മനുഷ്യരെയും ഈ വചനപ്രകാരം ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു. एक ऐसा दिन आने वाला है जो सारा मनुष्य जात को, सारा मनुष्य को वचन के अनुसार न्याय होगा. Praise the Lord. Amen. അപ്പോൾ ഇന്ന് നീ ഈ പുസ്തകത്തോട് നീ എത്ര അവഗണന കാണിച്ചാലും, അതിനെ കത്തിച്ചാലും, കീറിക്കളഞ്ഞാലും, അതിനെ സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞാലും, എന്തായാലും ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഈ നിയമപ്രകാരം നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നു എന്ന കാര്യം മറക്കരുത്. तो इसके लिए आज ये पुस्तक को आप कैसा मान कर रहे हो, या उसको आपको जला रहे हो, उसको समुद्र में जाके डुबा रहे हो, या फिर फाड़ के उसको खत्म कर रहे हो, क्या कोई भी अवस्था क्यों ना रखो, एक दिन ये पुस्तक आपको न्याय करेगा. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ हम लोग जब वचन पढ़ते समय में ഈവൻ നമ്മുടെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യോഹന്നാൻ 12:48 പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ വചനങ്ങളാൽ നിങ്ങൾ ന്യായം വിധിക്കപ്പെടും. हाँ, यहाँ जब प्रभु स्वयं जब इस दुनिया में जीते समय में यूहन्ना का सुसमाचार उसका 12:48 में वहां पर कहता है कि अंत दिनों में ये वचन के अनुसार में लिखा हुआ पुस्तक के अनुसार मैं तुमको न्याय करूंगा. നമുക്ക് വായിക്കാം, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. पढ़ेंगे यूहन्ना का सुसमाचार 12:48 पूरा पढ़ना 12:48. जो मुझे तुच्छ जानता है और मेरी बातें ग्रहण नहीं करता, उसको दोषी ठहराने वाला तो एक है, अर्थात जो वचन मैंने कहा है वही पिछले दिन मैं उसे दोषी ठहराऊंगा. അപ്പോൾ ഈ വചനത്താൽ ന്യായം വിധിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യം. ये वचन के अनुसार मैं उसको दोषी ठहराकर न्याय करूंगा करके प्रभु स्वयं कहता है. കർത്താവിന്റെ ദാസനായ പൗലോസിനെ പറയുന്ന ഒരു ശബ്ദം ഞാൻ വായിക്കട്ടെ. प्रभु का दास पौलोस ने एक बात कहा, वो मैं पढ़ना चाहता हूँ. റോമർ 2:16 रोमियो 2:12. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാള്. सॉरी रोमियो 2:16 में हम पढ़ते हैं, रोमन्स 2:16 में. जिस दिन परमेश्वर मेरे सुसमाचार के अनुसार यीशु मसीह के द्वारा मनुष्य की गुप्त बातों का न्याय करेगा. देखो, मनुष्य को सुसमाचार के अनुसार न्याय करेगा. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു സവിശേഷതയോടെ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേക്കാം. प्रभु का वचन का गुण के बारे में खास बात है, वो मैं बताना चाहता हूँ. അതെന്താണെന്നറിയാമോ? वो क्या है? ഈ വചനത്തിന്റെ സവിശേഷത, वचन का खासियत क्या है? നിങ്ങൾക്ക് ഇവിടെയുള്ള കോപ്പികളൊക്കെ ചിലപ്പോൾ നശിപ്പിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം. यहाँ पर ये दुनिया में जितना भी कॉपी जो इसका रूप बनाया है, कॉपी बनाया है, वो सब बाइबल को, दुनिया के सब बाइबल को आप जला सकते हैं, नाश कर सकते हैं. എന്നാലും നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കാൻ പറ്റിയില്ല. लेकिन फिर भी इसको पूर्ण रीति से नाश नहीं होगा. ये കാരണം അറിയോ? कारण क्या है? ഇത് ഒറിജിനൽ കോപ്പി സ്വർഗത്തിലാണ്. क्योंकि इसका ओरिजिनल कॉपी स्वर्ग में है. അതായി പ്രശ്നം. वही तो यहाँ पर तकलीफ है. ഈ വില്ലന്മാർക്ക് ആർക്കും അവിടെ കയറി പോകാൻ പറ്റില്ല. यहाँ के दुनिया के विलन को, दुष्ट लोगों को स्वर्ग तक चढ़कर वो बाइबल को जला नहीं सकते. ഇവിടുന്ന് നിങ്ങൾക്ക് ഇപ്പം പിന്നെ ചന്ദ്രനിലേക്കൊക്കെ പോകാൻ പറ്റി, ഇനിയിപ്പോ ചൊവ്വയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. हाँ, यहाँ पर मनुष्य ने चंद्र में जाने के लिए वो लोग पूरा यत्न कोशिश हो चुका है. अभी मार्स में जाने के लिए वो लोग की कोशिश चल रहा है. ഇത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സ്ഥലമൊന്നും അല്ല ഈ സ്വർഗം. लेकिन स्वर्ग जो बोलने वाला, हम जो ऊपर देखकर चल ऊपर जाएगा तो जाने वाला, ऐसा कोई जगह नहीं है स्वर्ग. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, इसलिए एक बात समझना, നിങ്ങൾക്ക് അതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒറിജിനൽ കോപ്പി നശിപ്പിച്ചെങ്കിലേ കാര്യം നടക്കൂ. तो अगर आपको बाइबल को खत्म करना है तो पहला ओरिजिनल कॉपी को खत्म करना पड़ेगा ना. അതെവിടെ അറിയോ? वो किधर है? അത് സ്വർഗത്തിലാണ്. स्वर्ग में है. അപ്പോൾ നമ്മൾ 119:89 വായിക്കുന്നത്, 119 का 59 में, യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. सॉरी 119 का 89 पढ़ना. 119 का 89. हे यहोवा, तेरा वचन आकाश में सदा तक स्थिर रहता है. स्वर्ग में सदा स्थिर है. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ ഞാൻ എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് ഇനിയും വർണ്ണിക്കുന്നില്ല. तो मैं बोलने के लिए बहुत कुछ है, लेकिन मैं ज्यादा वर्णन नहीं करना चाहता. അപ്പോൾ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാവി അറിയാവുന്ന ദൈവം നിത്യതയെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന തന്റെ വചനമാണ് ഈ ബൈബിൾ. इसके लिए हमारा भविष्य जानने वाला ये परमेश्वर हमारा अनंतता को प्रकट करके खोल कर दिया हुआ ये पुस्तक, ये है बाइबल. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഈ വചനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. इसीलिए ये वचन के एक एक बातों को हम जानकर, वो समझकर हमें अपना जीवन का चाल चलन को सुधारना है. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവായ കാര്യമാണ്, നമ്മൾ ഒരിക്കൽ മരിച്ച് മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. तो हम लोग सब लोग जानते हैं कि एक दिन हम लोग मरेंगे और मरकर हम लोग एक न्याय में हम लोग प्रवेश करेंगे. അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയായിരുന്നു, അവിടെ അനേകർ ലജ്ജിക്കാനിടയായി. कल हमने देखा था, कल उस दिन बहुत से लोग लज्जित भी होंगे. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരും അവിടെ ലജ്ജിതരാകാൻ പാടില്ല. तो मेरा आग्रह तो यही है कि उधर कोई लज्जित ना हो. അപ്പോൾ അതിന് തക്കവണ്ണം
നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ വചനാനുസരണം ക്രമപ്പെടുത്തണം. इसी ऐसा अगर होना है, कोई लज्जित नहीं होना है, तो उसके लिए हमारा जीवन को उसके हिसाब से क्रमांक में सही रीति में लाना जरूरी है. അപ്പോൾ അനേകർ ലജ്ജിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. अब ये तो सच है कि बहुत लोग लज्जित होंगे. നമ്മൾ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം ഓർമ്മയ്ക്ക് വേണ്ടി. वो बात मैं याद दिलाने के लिए मैं पढ़ाना चाहता हूँ. 1 യോഹന്നാൻ 2:28. पहला യോഹന്നാൻ 2:28 में, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. आमेन. पढ़ेंगे पहला യോഹന്നാൻ 2:28. हे बालकों, उसमें बने रहो कि जब वह प्रकट हो तो हमें हिया हो और हम उसके आने पर उसके सामने लज्जित न हो. आमेन. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. तो एक बात हमें समझना है, അനേകർ ലജ്ജിക്കുവാനിടയാകും. बहुत से लोग लज्जित होंगे उस दिन. അതിനെക്കുറിച്ച് ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിലും ഒരു കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ये बात दानियल में भी ये विषय में कहा गया है. നമുക്കറിയാം പഴയ നിയമത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു പ്രവചന പുസ്തകമാണല്ലോ ദാനിയേലിന്റെ പുസ്തകം. दानियल में भविष्यवाणियों में सबसे श्रेष्ठ एक पुस्तक है दानियल का पुस्तक. അവിടെ 12:2 പറയുന്നത്, वहाँ पर दानियल 12:2 में पढ़ते हैं, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും, അതാണ് എഴുതിക്കുന്നത്, നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നാണ്. हाँ उधर पढ़ेंगे 12:2. जो भूमि के नीचे सोए रहेंगे उनमें से बहुत से लोग जाग उठेंगे, कितने तो सदा के जीवन के लिए और कितने अपनी नाम धराई और सदा तक अत्यंत घिनौने ठहरने के लिए. हाँ यानी कि अत्यंत लज्जित हो जाने के लिए, घिनौना हो राइट है, लज्जित होने के लिए. അപ്പോൾ അന്ന് നമുക്ക് വരാൻ പോകുന്നത് അനേകർ ലജ്ജിപ്പാനിടയാണ്. तो उस दिन का अवस्था क्या होगा, बहुत से लोग वहाँ पर लज्जित होंगे. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിലായതിനു ശേഷം നമ്മൾ ഈ വചനത്തെ പ്രകാരം അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നമ്മൾ ലജ്ജിതരാകുമോ ഇല്ലയോ എന്ന് നമുക്ക് വെളിപ്പെടാൻ പോകുന്നു. तो उस दिन वहाँ पर हमारे वचन को कितना हमारे जीवन में अनुभव लागू किया है, उसके हिसाब से रहेगा लज्जा का अवस्था. അതൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. वो बात समझ लेना बहुत अच्छी बात है. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെടുത്താം. मैं कुछ वाक्यों को आपको बातों में याद दिलाना चाहता हूँ. പിന്നെ പൗലോസ്ലീഹ റോമാലേഖനം അതിന്റെ 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുമ്പോൾ, रोमियो का पुस्तक 1:16 में वहाँ पर पौलोस एक बात याद दिलाता है. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. रोमियो 1:16 पढ़ेंगे. क्योंकि मैं सुसमाचार से नहीं लज्जाता, इसलिए कि वह हर एक विश्वास करने वाले के लिए, पहले तो यहूदी फिर यूनानी के लिए उद्धार के निमित्त परमेश्वर की सामर्थ है. आमेन. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക, ഇന്ന് പലരും ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നു എന്നുള്ള ഒരു വലിയ ബലഹീനതയുണ്ട്. तो यहाँ पर आज देखो, आज भी एक ऐसा सुसमाचार के लिए लज्जित है करके बहुत से लोगों में ये कमजोरी है. ഇന്ന് പലരും പലരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഈ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് കർത്താവിൽ നമുക്കുള്ള ആ സാക്ഷി ഒന്ന് പറയാനായിട്ട് പോലും അവർക്ക് അത് അഭിമാനമായിട്ട് അവർ കരുതുന്നില്ല. क्योंकि आज भी अपने लोगों के बीच में सुसमाचार को वो बोलने के लिए लोग डरते हैं, घबराते हैं. ये अभिमान की बात है, सौभाग्य की बात है करके ये बात लोग समझ नहीं पाते. പ്രത്യേകിച്ചും വലിയ ഉന്നതന്മാരുടെ വലിയ സഭയാണെങ്കിൽ പിന്നെ പറയാൻ വേണം. श्रेष्ठ लोगों का कोई सभा अगर बड़े बड़े लोग अगर एक जगह पर इकट्ठा होकर उनका कुछ मीटिंग चल रहा है, उनके बीच में भी गवाही देना पड़ने अवस्था आएगा तो भी नहीं देते. കർത്താവാണ് എന്റെ ജീവിതത്തിൽ വലിയ ചെയ്തതെന്ന് നമുക്ക് ധൈര്യപ്പെട്ട് പറയാൻ കഴിയും. प्रभु ने मेरे जीवन में बहुत बड़ा काम किया है करके ये बात का गवाही हमें कोई भी सब जगह पर देना चाहिए. അതിൽ നമ്മൾ ലജ്ജിക്കരുത്. उस बात में लज्जित कभी नहीं होना है. എന്നാൽ പലരും അങ്ങനെ ലജ്ജിക്കുന്നതായിട്ട് കാണാൻ കഴിയും. लेकिन बहुत लोग लज्जित हुआ है करके हम देखते हैं. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വാക്കുകൾ വായിപ്പിച്ചോട്ടെ. പിന്നെ 119:46 119 का 46 में पढ़ना चाहता हूँ. Psalms 119:46. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. पढ़ेंगे 119 Psalms का 46 में. और मैं तेरे चितौनियों की चर्चा राजाओं के सामने भी करूंगा और संकोच न करूंगा. അപ്പോൾ അതൊക്കെ വളരെ അത് നമ്മുടെ ഒരു നല്ല തീരുമാനമാണ്. वो हमारे बहुत अच्छा निर्णय है ये. നമ്മുടെ ശരിക്കുള്ള തീരുമാനത്തിലൊക്കെ സ്വർഗം വില കൽപ്പിക്കുന്ന കാര്യമാണ്. और हम जो सही निर्णय जब यहाँ पर लेते हैं, स्वर्ग उसको मान करता है. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നല്ല തീരുമാനം ഉണ്ടോ? उस तरह का अच्छा निर्णय लेने के लिए हमें होता है क्या? എവിടെയും ലജ്ജ കൂടാതെ നമ്മൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ
അന്ന് സിംഹാസനത്തിന് മുമ്പിൽ നാം ലജ്ജിക്കേണ്ടി വരികയില്ല. तो आज अगर किधर भी बिना लज्जा पूर्वक, अगर बिना घबराते हुए, आशंका करते हुए, धैर्य से अगर हम सुसमाचार बांटने का मन अगर रखेंगे तो उस दिन सिंहासन के सामने बिना लज्जा के खड़ा करने का अनुग्रह प्रभु देगा. ചിലർക്ക് സാധാരണക്കാരോടൊക്കെ പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിലും വലിയ ഉന്നതന്മാരായിരിക്കുന്ന വ്യക്തികളോട് പോയി പറയാനായിട്ട് അവർ ലജ്ജിക്കുന്നു. कुछ लोग हैं जो साधारण लोगों से सुसमाचार बोलते हैं, लेकिन बड़े पदवी में अधिकार में बैठे हुए लोगों को बोलने के लिए घबराते हैं, शर्माते हैं. ചിലരോട് പോലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നേ ഇല്ല, കാരണം അത് അവർക്ക് ലജ്ജയാണ്. हाँ, कुछ लोग हैं कि बिल्कुल ही नहीं बोलता, क्योंकि क्या वो बोलना ही उनके लिए एक लज्जा है. അങ്ങനെയുള്ള അനുഭവമുള്ളവരെ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുക. हाँ, इस तरह के लोगों को मैंने देखा है, इसके लिए मैं कह रहा हूँ. അവരെന്തെങ്കിലും ഉപായങ്ങൾ പറഞ്ഞ് കർത്താവിനെ സാക്ഷിക്കേണ്ട സമയത്ത് ഒഴിഞ്ഞു കളയും. वो लोग कुछ तो बहाना बोलकर वो लोग प्रभु को गवाही देने के बजाय वो लोग वहां से हट जाते हैं. ചിലപ്പോൾ അവർക്ക് നിന്ന് വരുമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഭയം കൊണ്ടോ ആയിരിക്കാം. तो शायद ऐसा, अगर मैंने सुसमाचार बोल दिया तो कुछ लज्जा होगा या फिर मेरा बेइज्जती होगा, ये बात का डर से वो लोग नहीं बोलते हैं. എന്നാൽ നമുക്ക് ന്യായാസനത്തിന് മുമ്പിൽ ലജ്ജിതരാകാതിരിക്കണമെങ്കിൽ ഇവിടെ ലജ്ജ കൂടാതെ കർത്താവിനെ സാക്ഷിക്കുവാൻ നാം ഉത്സുകരായിരിക്കും. इसके लिए न्याय के दिन में हम लोग बिना लज्जा के खड़ा रहना है, तो आज एकदम उत्साह के साथ हमें सुसमाचार बांटने का मन होना जरूरी है. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങൾ നിങ്ങളുടെ ഓർമ്മപ്പെടുത്താം. उसके विषय में प्रभु ने 2 बातें कहा, वो बात मैं पढ़ना चाहता हूँ. 2 കാര്യമല്ല, ഞാൻ പറഞ്ഞ 2 വചനങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. सॉरी, 2 वचन है जो मैं बताना चाहता हूँ. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. वो ध्यान से समझना. നമ്മൾ മർക്കോസ് 8:38 मरकोस का सुसमाचार 8:38. വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അല്ലെങ്കിൽ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരായി വരുമ്പോൾ നാണിക്കും അല്ലെ ലജ്ജിക്കും. यस, मरकोस का सुसमाचार 8:38 पढ़ेंगे. जो कोई इस व्यभिचारी और पापी जाति के बीच मुझसे और मेरी बातों से लज्जाएगा, मनुष्य का पुत्र भी जब वह पवित्र दूतों के साथ अपने पिता की महिमा सहित आएगा तब उससे भी लज्जाएगा. അപ്പോൾ അതേ വാക്യം തന്നെ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. यही बात लूका ने भी लिखा है. അതോടെ വായിച്ചിട്ട് ഞാൻ പറയാം. वो भी बात बोलकर मैं बताता हूँ. അതിന്റെ 9 ലൂക്കോസ് 9:26. लूका 9:26. 9:26. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. पढ़ेंगे. जो कोई मुझसे और मेरी बातों से लज्जाएगा, मनुष्य का पुत्र भी जब अपनी और अपने पिता की और पवित्र स्वर्गदूतों की महिमा सहित आएगा तो उसे लज्जाएगा. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിശുദ്ധന്മാരുടെയും ഏറ്റവും വലിയൊരു ദൗത്യമാണ് നമ്മൾ കർത്താവിനെ സാക്ഷിക്കുക അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുക. इसके लिए हम हर एक विश्वासियों का एक बहुत बड़ा जिम्मेदारी यह है कि प्रभु यीशु मसीह का गवाही में हम लोग बने रहना है. നമുക്ക് കർത്താവിനെ സാക്ഷിക്കുവാനായിട്ടുള്ള കടപ്പാട് എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട്. हर एक എല്ലാവർക്കും. या नया जन्म पाया हुआ हर एक विश्वासी को प्रभु के विषय में एक गवाही देने का जिम्मेदारी हर एक नया जन्म पाया विश्वासी को है. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരിക്കൽ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. क्योंकि हम लोग सब लोग प्रभु के न्याय के समय में सामने प्रभु के दिन खड़ा रहेंगे हम लोग. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരമാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. और प्रभु हमें परमेश्वर के वचन के अनुसार हमें न्याय करेगा. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ പ്രതിഫലങ്ങളും നമ്മൾ എങ്ങനെ കർത്താവിൽ നിലനിന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ള അടിസ്ഥാനത്തിൽ. तो वहां पर उस दिन हमारा सारा प्रतिफल को मिलने वाला अवस्था क्या, किस रीति से हम लोग इस दुनिया में बना रहा, उसके आधार पर है. ശ്രദ്ധിക്കുക, ध्यान से समझना. നമുക്ക് പ്രതിഫലം ഒന്നും കൃപയാലല്ല ലഭിക്കുന്നത്. हम लोग जो प्रतिफल जो है अनुग्रह से हमको नहीं मिल रहा, രക്ഷിക്കപ്പെട്ടത് കൃപയാല, क्योंकि उद्धार मिला अनुग्रह से, എന്നാൽ പ്രതിഫലം കൃപയാലല്ല. लेकिन प्रतिफल कभी भी अनुग्रह से नहीं. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിചാരങ്ങൾ എടുത്ത് മാറണം. വചനം പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. क्योंकि ऐसा कोई चिंता धारणा अगर किसी ने मन में रखा है तो उसको निकाल देना, क्योंकि प्रतिफल जो है अनुग्रह से नहीं है. നമുക്ക് പ്രതിഫലത്തിന് നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണല്ലോ കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ, ഏതൻ തോട്ടത്തിൽ പോലും അവർക്ക് പ്രവൃത്തി ഉണ്ടായിരുന്നു. हाँ, यहाँ तो इसलिए प्रभु ने हमको कुछ बातें हमें समझाया. जब बोले अदन वाटिका में भी थे, उस दिन भी उनको क्रिया करने का अवस्था था. അവർക്ക് ആ തോട്ടത്തിൽ വേല ചെയ്യണമായിരുന്നു. उनको उस बगीचे में उनको उसको संभालना था. ആ തോട്ടം കാക്കണമായിരുന്നു. वो संभालना भी था और उसको देखभाल भी करना था. 2 വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. वो बड़ा बातें जिम्मेदारी उनको दिया था. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുള്ള ബന്ധത്തിൽ इसलिए आज हम लोग उद्धार पाए हुए प्रभु के लोगों को നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. हमें एक एक बातें हमें समझना है. നമുക്ക് നല്ല വചനം ദൈവം തന്നില്ലേ പ്രിയമുള്ളവരെ? इतना अच्छा वचन प्रभु ने हमको दिया है ना प्रियो. ഈ വചനം നമുക്ക് ഏതെങ്കിലും വചനം പ്രമാണിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
क्या ये वचन को मानने के लिए हमें कोई भी तकलीफ रुकावट है क्या? ചിലർ പറയാറുണ്ട് कुछ लोग कहते हैं ദൈവത്തിന്റെ വചനം പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാന്നൊക്കെ. प्रभु का वचन को प्रमाण करना या मानना बहुत ही तकलीफ की बात है. അങ്ങനെ ഒരിക്കലും പറയരുതേ. ऐसा कभी नहीं कहना. അങ്ങനെ പറയുന്നത് ഒരു പാവം. वो बोलना ही एक पाप है. കാരണം ദൈവവചനം തന്നെ പറയുന്നു. परमेश्वर का वचन कहता है 1 യോഹന്നാൻ 5:3 पहला यूहन्ना 5:3 में അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. पढ़ेंगे पहला यूहन्ना 5:3. परमेश्वर से प्रेम रखना यह है कि हम उसकी आज्ञाओं को माने और उसकी आज्ञाएं कठिन नहीं. आमेन. അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഭാരമുള്ളതല്ല. इसलिए प्रभु ने बताया जो भी बात कभी कठिन नहीं है, बोझ का नहीं है. നമുക്ക് നമ്മുടെ കഴിവിനപ്പുറമായ ഒരു കാര്യം നമ്മളോട് ദൈവം പറയുമോ? हमारे काबिलियत से भी बड़ा बात प्रभु हमसे करने के लिए बोलेगा क्या? ദൈവം അത്ര കഠിനഹൃദയനാണോ? क्या परमेश्वर इतना कठोर मन का है क्या? നമ്മൾ ദൈവത്തെ അങ്ങനെ നമ്മൾ ദുഷിക്കാൻ പാടില്ല. इस रीति से प्रभु का ठट्टा निंदा नहीं करना चाहिए. പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മൾ വാസ്തവത്തില് നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുകയോ ദൈവത്തെ നിന്ദിക്കുകയോ ദൈവത്തെ തുച്ഛീകരിക്കുകയോ ചെയ്യാറുണ്ട്. बहुत से बातों में हमारे वार्तालाप की बातों में हमें ऐसा अवस्था होता है कि परमेश्वर को निंदा करने का, ठुकराने का अवस्था हो जाता है. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം. इसलिए हम अपने आप को परखें. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. हमारे जीवन में जिम्मेदारी है. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. उस जिम्मेदारी के विषय में हमें बोध्य होना जरूरी है. ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളെ ഓർമ്മിക്കാം. कुछ बातें मैं फटाक से याद दिलाना चाहता हूँ. കൊളോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യം. कोलोसों का पुस्तक उसका 3रा अध्याय 24 से 24 से 26 तक. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിന് ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ നല്ല ആഴമായ അർത്ഥങ്ങളുണ്ട്. मैं वाक्य फिर से बताना चाहता हूँ, गलती हो गया. कोलोसों का पुस्तक 3रा अध्याय 22 से 25 है. कोलोसियों 3 का 22, मेरे से गलती हुआ था. 22 से 25 पढ़ना. हे सेवकों, हाँ। जो शरीर के अनुसार तुम्हारे स्वामी हैं, सब बातों में उनकी आज्ञा का पालन करो, मनुष्य को प्रसन्न करने वालों के समान दिखाने के लिए नहीं, परंतु मन की सीधाई और परमेश्वर के भय से जो कुछ तुम करते हो तन मन से करो, यह समझकर कि मनुष्य के लिए नहीं परंतु प्रभु के लिए करते हो, क्योंकि तुम जानते हो कि तुम्हें इसके बदले प्रभु से मिरास मिलेगी. तुम प्रभु मसीह की सेवा करते हो, क्योंकि जो बुरा करता है वह अपनी बुराई का फल पाएगा, वहाँ किसी का पक्षपात नहीं. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ദൈവം വിലയിരുത്തുന്നുണ്ട്, ശോധന ചെയ്യുന്നുണ്ട്. हमारे एक एक कार्यों को प्रभु उसको अवस्था को देखेगा और उसको परमेश्वर जांचेगा. നമ്മൾ പിന്നെ ആർക്ക് വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ആ വ്യവസ്ഥയിലല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യും. इसके लिए हम लोग कोई भी काम दूसरों के लिए जब करते समय में मैं वो व्यक्ति के लिए कर रहा हूँ वो चिंता में नहीं, मैं परमेश्वर के लिए कर रहा हूँ, ये बोध में हमें करना है. ഇപ്പം നിങ്ങൾ കർത്താവിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏത് ജോലിയും ചെയ്യുമ്പോൾ, ഏത് ഓഫീസിലും ജോലി ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അത്രമാത്രം ആത്മാർത്ഥതയിൽ കർത്താവ് മഹത്വം എടുക്കത്തക്ക നിലയിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആത്മാർത്ഥത നമ്മൾ ചെയ്യണം. इसलिए आप लोग जब किधर भी काम करते समय में, खास रूप में ऑफिस में काम करते समय में, उधर आप लोग एक गवाह हो परमेश्वर के ऊपर. इसलिए आप जब ईमानदारी से काम करते समय में मैं परमेश्वर के लिए कार्य कर रहा हूँ बोलकर उतना ईमानदारी और भक्ति पूर्वक हमें काम करना है ताकि लोग समझे कि आप एक विश्वासी है. ഇത് വളരെ ഒരു വിലപ്പെട്ട കാര്യമാണ്. ये भी एक बहुत मूल्यवान बात है प्रियो. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി പറയാം, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഈ ഡിപ്പോയിൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെയുള്ള ലേബേഴ്സിനോട് ചോദിച്ചാൽ അവർ പറയും, നിലവാറിൽ എപ്പോഴും ഞങ്ങളുടെ CEO പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കമ്പനിയിൽ എനിക്ക് ഒരു ആളെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, അവിടെ ഞാൻ പോകാറുമില്ല, നോക്കുന്നുമില്ല. കാരണം അവൻ ദൈവഭയമുള്ളവനാണ്, അവൻ എല്ലാം നന്നായി ചെയ്യുന്നു. हाँ, मैं जब काम करते समय मैं मेरा बड़ाई के लिए मैं नहीं बोल रहा, लेकिन उधर जब एक समय मैं काम करते समय में तो मेरा सिक्योरिटी मेरा जो डिपार्टमेंट में ऐसा हमारे आर्मी में बहुत सारे डिपार्टमेंट था, तो उधर का मेरा रैंकिंग ऑफिसर एक बात कहता था, मैं एक व्यक्ति को वो एक डिपार्टमेंट में जानता हूँ, वो डिपार्टमेंट में मुझे देखने का जरूरत भी नहीं है, क्योंकि मुझे उस वहां पर काम करने वाला व्यक्ति पर पूरा भरोसा है, क्योंकि वो परमेश्वर का भय से कार्य करता है. അവര് പുള്ളി എല്ലാ ദർബാറിലും അപ്പൊ ആളുകൾ
ആൾക്കാർക്ക് വലിയ ജലസി ഉണ്ടായിരുന്നു. तो वो हमेशा दरबार बोला तो जब पूरा आर्मी इकट्ठा होकर सुबह का सेशन रहता है, उधर वो रोज अनाउंस करता है मुझे वो डिपार्टमेंट देखने का जरूरत नहीं है क्योंकि वो व्यक्ति भयपूर्ण से कार्य करता है, बोला तो ये रोज बोलता है, तो बाकी लोगों को ईर्ष्या आता है. മാസത്തിൽ ഒരിക്കലും सॉरी महीने में एक बार ही होता है. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഈ ദർബാറിൽ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം എന്നോട് വളരെ ജലസി ഉണ്ടായി. तो जब भी दरबार में इस तरह अनाउंस करते समय में बाकी लोगों को ईर्ष्या होता था. അത് ഒരിക്കൽ പോലും ഒരു പിന്നെ ദർബാറിൽ പോലും ഈ കാര്യം പറയായിരുന്നു. तो ऐसा दरबार जब भी दरबार में इकट्ठा होते समय में ऐसा कोई मीटिंग नहीं रहेगा जहां पर इस तरह का अनाउंसमेंट नहीं किया. ഒരു ഇൻസ്പെക്ടർ എത്ര വലിയ പിന്നെ ഇൻസ്പെക്ടർ ആണെങ്കിലും നമ്മുടെ ഓഫീസിൽ അദ്ദേഹം ഈ ഇൻസ്പെക്ടർ വന്ന് ചെക്ക് ചെയ്യാറില്ല. हाँ, जब भी इंस्पेक्शन होते समय में मेरा डिपार्टमेंट मेरा ऑफिस में आकर कभी भी वो इंस्पेक्ट करता नहीं था क्योंकि भरोसा था. കാരണം എന്നാ അറിയോ, നമ്മൾ ദൈവത്തിന് എന്ന പോലെ എല്ലാം ചെയ്യണം. क्योंकि हम जो भी कुछ कर रहे हैं परमेश्वर के लिए कर रहे हैं, ये बोधे समय करना है. ഇത് ഞാൻ എന്റെ ജോലിയിൽ എനിക്ക് ഉണ്ടായിരുന്ന സാക്ഷിയോട് പറയാം. मेरे काम जब ना काम करते समय में मेरा अवस्था क्या था वो गवाही में बता रहा हूँ आप लोग. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ എവിടെയാണെങ്കിലും അവിടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന് എന്താണ് ചെയ്യും. इसके लिए हम लोग जो भी ऑफिस में या इधर भी हम लोग काम करते समय में हमें ऐसा काम करना है जैसे कि हम प्रभु के लिए कर रहे हैं. ഇതിന്റെ വിശദീകരണം ഞാൻ പിന്നെ കർത്താവ് സഹായിച്ചാൽ നാളെ പറയാം. इसका और गहराई की बातें प्रभु सहायता करे तो कल मैं बताऊंगा. ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ടെങ്കിലും സമയം നമുക്ക് അനുവദിക്കുന്നില്ല. बहुत से बातें बोलना रहता है लेकिन समय अनुमति नहीं देता. നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ എല്ലാം ചെയ്യണമല്ലോ. क्योंकि समय की सीमा पर हमें सब कुछ करना है ना. പക്ഷെ ഇന്ന് നിങ്ങളോട് പറഞ്ഞത് ആരംഭം മുതലേ പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. लेकिन मैंने आज जो शुरुआत से मैंने आपको जो बताया है आप लोगों ने ध्यान किया होगा ना. കാരണം കർത്താവ് എന്നോട് സംസാരിച്ച അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. क्योंकि प्रभु ने जो मुझे बोला है वही मैंने आपको बताया है. അതെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ അതിനെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവമക്കളെ നിങ്ങൾ ആരും ഒരു വ്യക്തി പോലും ലജ്ജിതരാകേണ്ടി വരില്ല. तो अगर मैं आज तो कहा हुआ बातों को अगर आप भी अपने जीवन में अगर उसको लागू करेंगे तो सुनने वाला व्यक्ति और ये मानने वाला व्यक्ति कभी भी आपको उस दिन लज्जित होने का अवस्था नहीं पड़ेगा. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ നിങ്ങളെ വലിയ ഇമോഷണലി നിങ്ങളെ കരയിപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ കരയിപ്പിച്ചിട്ട് അങ്ങനെ കാര്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം. हाँ, लेकिन मैं ये सब बातें चाहिए तो बोलकर भावनाओं में स्पर्श कर आपको रुलाकर मैं चाहिए तो बता सकता हूँ, लेकिन उसका फायदा नहीं है क्योंकि वचन को सुनकर आप खुद मन फिराना चाहिए. ऐसा अवस्था वचन कार्य करना चाहिए. നിങ്ങൾക്ക് ഈ സത്യം ദൈവാത്മാവിൽ ഗ്രഹിക്കണം. आप सब लोग परमेश्वर का वचन का सच्चाई को आप लोग खुद ग्रहण करना है. അങ്ങനെ നിങ്ങൾ കർത്താവിന് പ്രേമപ്പെട്ടെ. इस तरह आप प्रभु के लिए फायदा होए. ഈ വചനം നിങ്ങൾക്ക് വളരെ ലാഭകരമായി തീരട്ടെ. ये वचन आप सबको फायदा हो जाए. നിങ്ങൾ കേൾക്കുന്ന ഈ സത്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുക. और आपने सुना हुआ वचनों को दूसरों को बताए. നമ്മുടെ കൂട്ടു സഹവിശ്വാസികൾ അവർക്ക് ഇത് കേൾക്കാൻ അവസരം ഇല്ലെങ്കിൽ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുക. अगर हमारे साथ हमारे सह भाई लोग हैं जिनको ये वचन सुनने का मौका नहीं है तो आप लोग जाके बताना चाहिए ना. നമുക്ക് അധികം സമയം ലഭിക്കില്ല. क्योंकि अभी ज्यादा समय हमारे पास नहीं है. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കും. जितना समय मिला है उसको सही रीति से इस्तेमाल करें. കർത്താവ് നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष करे. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും प्रभु का अनुग्रह हम सब में बने रहे. आमीन. आमीन.